ഏതെങ്കിലും ഒരു ഭാഗമല്ലേ സ്വർഗത്തിലുള്ളൂ. ഒന്നുകിൽ മൗലൂദിനെ അനുകൂലിക്കുന്നവർ, അല്ലെങ്കിൽ മൗലൂദിനെ എതിർക്കുന്നവർ. ഇത് പറഞ്ഞ എന്താ? അതിപ്പോ തബ്ലീഗാരോട് മൗലൂദിനെ പറ്റി അഭിപ്രായം ചോദിച്ചാൽ സകാത്തിനെ പറ്റി നിസ്കാരത്തിനോട് അഭിപ്രായം ചോദിക്കും പോലെയാണ്. എന്ത് കഥയപ്പോ ആലോചിച്ച് നോക്കാണ്. സക്കാത്തിനോട് ചോദിക്കുക നിസ്കാരത്തിനെ പറ്റി, സക്കാത്ത് എന്റെ ഇപ്പുറം നിസ്കാരത്തിന്. മലയാളമാണിത്, ഉറുദു ആണ് നിങ്ങൾ പറഞ്ഞാൽ പൊട്ടീസാക്കിയതാണ്. എന്താ അതിന്റെ അർത്ഥം? ഇയാൾക്ക് അറിയാത്തതുകൊണ്ടല്ല. പക്ഷെ പച്ച മലയാളത്തിൽ മൗലിദ് തെറ്റാണെന്ന് പറഞ്ഞാൽ ഇതാ തബ്ലീഗിലെ പെട്ടെന്ന് കൂഴയും. അക്കാര്യം ഉറപ്പാ. ഞാൻ സത്യത്തിൽ ഉത്തരേന്ത്യയിൽ പഠിക്കുമ്പോ ഈ ഉറുദുക്കാരായ ചില സുഹൃത്തുക്കൾ അവർ ഈ പള്ളി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അടയാളം എനിക്ക് പറഞ്ഞു. എന്താണത്? അവിടെ കാനഫികളാണല്ലോ. സുബഹ് നിസ്കരിക്കാൻ പള്ളിയിൽ പോവുക. എന്നിട്ട് ദേവബന്ദികളെ പള്ളിയാണെങ്കിൽ അവിടെ ഇല്ലാത്തതും സുന്നി പള്ളിയാണെങ്കിൽ ഉള്ളതുമായി ഒന്നുണ്ട്. അതേതാണ്? സുന്നിപ്പള്ളിയിലൊക്കെ സുബഹ് നിസ്കാരം കഴിഞ്ഞാൽ അച്ചടക്കത്തോടു കൂടെ എഴുന്നേറ്റ് നിന്ന് മുസ്തഫ ജാനെ റഹ്മത്ത് पे लाखो सलाम, शम्अ बज़ में हिदायत पे लाखो सलाम, शगरियार इरम ताजदार गरम, नौबहार शफात पे लाखो सलाम. ഹസരത്ത് റസാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റസൂലുള്ളാഹിനെ പുകഴ്ത്തിയ ഈ മൗലിദ് ചൊല്ലും. ഒരൊറ്റ ദൈവബന്ദി പള്ളിക്ക് വരും, ഒരൊറ്റ തബ്ലീഗാരെ പള്ളിയിലും അഹ്ലു ഹദീസ് എന്ന മുജാഹിദിന്റെ പള്ളിയിലും ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളിയിലും ഇത് ഇല്ലേ ഇല്ല. നോക്കിക്കോ, റബീഉൽ അവ്വൽ വരുന്നത് ഇവർ അറിയാറേയില്ല എന്നല്ല. പലപ്പോഴും ആ റബീഉൽ അവ്വൽ മാസത്തിൽ മുജാഹിദിനെ പോലെ ജമാഅത്ത് ഇസ്ലാമിയെ പോലെ റസൂലുള്ളാഹിനെ മദ്ഹിനെ എതിർക്കലാണ് ഇവർ ചെയ്യാറുള്ളത്. തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തനം കേരളത്തിൽ തുടങ്ങിയ പള്ളിയാണ് മാലിക് ദിനാർ പള്ളിയല്ല, തൊടുപുഴ ടൗണിലെ ടൗൺ ജുമുഅത്ത് പള്ളി. അവിടെയാണ് തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയത് എന്നും കാഞ്ഞാർ മൂസ മൗലാനയ തുടക്കം കുറിച്ചത് എന്നും കാഞ്ഞാർ മൂസ മൗലാനയുടെ സ്മരണികയിൽ അവർ തന്നെ എഴുതി വെക്കുന്നുണ്ട്. ഞാൻ ആ പള്ളിയുടെ പരിസരത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ ഈ വിവരം ഞാൻ അറിയാതെ വിഷയം ഞാൻ പറഞ്ഞു. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ എനിക്ക് ഉസ്താദെ തെളിവുതാ, സോനീർ ഞങ്ങൾ തരാം. അങ്ങനെ കിട്ടിയതാണിത്. വ്യക്തമായ അവിടുത്തുകാർ പറഞ്ഞു. ആ തൊടുപുഴ ജുമുഅത്ത് പള്ളിയിൽ ഹദ്ദാദ് നടന്നിരുന്നു, റാത്തീബ് നടന്നിരുന്നു, കുത്തുബിയത്ത് നടന്നിരുന്നു, മൗലിദ് നടന്നിരുന്നു. പക്ഷേ തബ്ലീഗ് ജമാഅത്തിന്റെ കൈവശത്തിൽ അത് വന്നതിന് ശേഷം പിന്നീട് അവിടെ ഹദ്ദാദില്ല, റാത്തീബില്ല, മൗലിദും ഇല്ല. ഇനി നമ്മളെ മലപ്പുറം ജില്ലയിലെ പരിസരത്ത് നോക്കിക്കുമ്പോൾ കോഴിക്കോടോട് തബ്ലീഗിന്റെ പള്ളി ഉണ്ടല്ലോ. ഞാൻ അന്വേഷിക്കാൻ വേണ്ടി പറയാണ്, അവിടെ മൗലിദ് ഓതലുണ്ടോ? സുന്നിപ്പള്ളിയാണെങ്കിൽ റബീഉൽ അവ്വൽ 12 ദിവസം മൗലിദ് ഓതൂലേ? പോട്ടെ, എപ്പോഴെങ്കിലും ഒരു മൗലിദ് ഓതൂലേ? തബ്ലീഗിന്റെ ആധിപത്യത്തിലുള്ള പള്ളി എടുത്തു നോക്കിക്കോ. സുന്നികളും കൂടി മുശക്കലായ പള്ളിയല്ല, അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി മൗലിദ് ഓതും. പിന്നെ ആദ്യമായി 12 ദിവസം 40 ദിവസം തബ്ലീഗിന്റെ ഒപ്പം പോകുമ്പോൾ മൗലൂദിനൊന്നും ഇവർ എതിർക്കൂല. അതെന്താ ഐഡിയ? ഗ്രിപ്പിട്ടാനാണ്. ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനം തന്നെ നോക്കിക്കോള്, 1952 വരെ മൗലിദ് ഓതിയിട്ടില്ലേ? ഉണ്ടല്ലോ അല്ലേ? അള്ളാന്റെ ഹബീബിന്റെ മൗലിദാഘോഷം ഐക്യസംഘം 925 നടത്തിയിട്ടില്ലേ? 30 നടത്തിയിട്ടില്ലേ? 951 റേഡിയോ പ്രഭാഷണം നടത്തിയിട്ടില്ലേ? 52 അൽമനാറ എടുത്തു കൊടുത്തിട്ടില്ലേ? 54 ശേഷല്ലേ മുജാഹിദിന് മൗലൂദ് ശിർക്കായത്, യമാസ്വാമി തെറ്റാക്കിയത്? അതെന്താ? അത് തുടക്കത്തിൽ അങ്ങനെ പിടുത്തം കിട്ടണമെങ്കിൽ ലേശം അതിനോട് ഒട്ടിച്ചു ചെയ്യണം. അത് ചുമര് ചിലപ്പോ കണ്ടിട്ടില്ല, മിനിസട്ട ചുമരാണെങ്കിൽ പിന്നീട് ഡീറ്റെയിൽസ് ഒട്ടിക്കണമെങ്കിൽ നമ്മൾ നാസറിന്റെ പണിക്കാരൊക്കെ കാണാൻ നല്ലൊരു ചോര് കുത്തിപ്പൊളിച്ചു. അതെന്തിനാണ്? അത് പിടുത്തം കിട്ടണമെങ്കിൽ അതിനോട് ജോയിന്റ് ആയിട്ട് കുറച്ച് നിൽക്കണം. അത് ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. ഓപ്പറേഷൻ ചെയ്യുമ്പോ കണ്ടിട്ടില്ല നിങ്ങൾ സേവ് ചെയ്യണത്? അത് സക്സസ് ആവണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റൊക്കെ പോയിട്ട് ഇതോട് കൂടെ ഒന്നങ്ങോട്ട് മിക്സ് ആവണം. ഇതുപോലെ തുടക്കത്തിൽ പിടിച്ചു നിൽക്കണോ മൗലിദ് വേണം. ഹദ്ദാദിലോട്ട് ചെന്നാൽ ഹദ്ദാദിൽ കൂടണം. സത്യത്തിൽ തബ്ലീഗ് ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ തത്വം മൗലിദ് തെറ്റാണ്. അതാണ് അദ്ദേഹം മറുപടി പറയാതെ ഉരുണ്ടത്. അല്ലെങ്കിൽ ഇവരെ ടോപ്പാണ്. കാഞ്ഞാർ മൂസ മൗലാനക്ക് ശേഷം കേരളത്തിൽ തബ്ലീഗിന്റെ ഏറ്റവും വലിയ നേതാവ്. പിന്നെ ഒരു കാറ്റിന്റെ പേരുള്ള മൗലവി. അയാൾ വളനൊക്കെ ഇങ്ങനെ കൊണ്ടെടുക്കും. അന്ന് തന്നെ അയാൾ ഇങ്ങനെ നന്നാക്കിയിട്ട് പറയുകയും ചെയ്യും. പക്ഷെ ചില ആളുകൾക്കൊന്നും തിരിയിലേക്ക് എന്താപ്പി പറയണത്? വാതിൽ കൂടെ തന്നെ പറയും. അങ്ങനെയാണ് അദ്ദേഹം പിന്നെ പെരുമ്പാവൂർ പള്ളിയിലെ ഖത്തീബായ ടി എച്ച് മുസ്തഫാന്റെ പള്ളിയിൽ
ശമ്പളത്തുമ്പോ തർക്കിച്ചിട്ട് ആ 10,000 പോകണം, അല്ല 5,000 മതി, അല്ല 6,000 പോകണം, ഇതെനിക്ക് കാരണം എണ്ണ അടിക്കാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ശമ്പളത്തിന് തർക്കിച്ചുകൊണ്ട് ഏതോട്ടെ ഞാൻ അങ്ങോട്ട് കിടക്കുകയല്ല. അദ്ദേഹം ഇപ്പോ മുജാഹിദായി ചില ആൾക്കാർ പറയുന്നു. നമുക്കൊരു അത്ഭുതമൊന്നുമില്ല, ഒന്നും ഉള്ളാണെങ്കിൽ മറ്റേ മുറുക്കാം. പക്ഷേ പിടുത്തപ്പോഴും കൊടുത്തിട്ടില്ല. BJP വിളിച്ചാലും പോകുന്നു വേറെയും പറയുന്നുണ്ട്. അപ്പൊ സംതിങ് കിട്ടിയാൽ എങ്ങോട്ടും നീങ്ങുമെന്നർത്ഥം. പിന്നെ ഉള്ള ചെറൂപ്പ് അബുൽ ഖൈർ മൗലവിയാണ്. അദ്ദേഹം തുറന്ന ഭാഷയിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഒന്നുകിൽ മൗലിദ് നല്ലതാണ്, സുന്നത്താണ്, അത് കഴിക്കേണ്ടതാണ്, അല്ലെങ്കിൽ തെറ്റാണ്, കുറ്റമാണ്, തബ്ലീഗിന്റെ ഗ്രന്ഥം പറഞ്ഞ പോലെ. ഇയാൾ പറഞ്ഞെന്തേ സക്കാത്തിനോട് ഇപ്പൊ നിസ്കാരത്തിനെ പറ്റി ചോദിക്കും പോലെ. അതിന്റെ അർത്ഥം എന്താ? ഈ തബ്ലീഗ് പറഞ്ഞാൽ പ്രത്യേക സംഘടനയൊന്നുമല്ല, അതൊരു അമലാണ് അതാ പറയണത്. സക്കാത്ത് പോലെ, ഹജ്ജ് പോലെ, നിസ്കാരം പോലെ ഒരു അമലാണ് എന്നാണ്. എന്നാൽ അതേ അഭിമുഖത്തിൽ അയാൾ എന്ന് പറയുന്നുണ്ട്, പരലോകം രക്ഷപ്പെട്ട് കിട്ടണമെങ്കിൽ, യഥാർത്ഥ ദീന് കിട്ടണമെങ്കിൽ തബ്ലീഗാകണമെന്ന്. അദ്ദേഹം തന്നെ പറയാണ്, യഥാർത്ഥത്തിലെ ദീന് കിട്ടണോ തബ്ലീഗായേ പറ്റൂ. അയാൾ കേട്ടോളൂ. നഷ്ടപ്പെട്ടു പോയ ദീൻ തിരിച്ചു കിട്ടണമെങ്കിൽ ഇതര പ്രസ്ഥാനങ്ങളെയും ഇതും പഠിച്ച സ്ഥിതിക്ക് തബ്ലീഗിന്റെ മാർഗം സ്വീകരിക്കല്ലാതെ വേറെ യാതൊരു വഴിയില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇതൊരു അമലാണ്, സക്കാത്തിനോട് നിസ്കാരത്തെ പറ്റി ചോദിച്ച മാതിരിയാണ് എന്ന് പറഞ്ഞ അതേ ആള് തന്നെ പറയുന്നത് എന്താണ്? രക്ഷപ്പെട്ട് കിട്ടണോ തബ്ലീഗിന്റെ അമൽ ചെയ്യില്ലാതെ വേറെ മാർഗമില്ല, തബ്ലീഗ് ചെയ്യില്ലാതെ മാർഗമല്ല. എന്നാൽ അയാൾ എന്നെ പിന്നെ വേറെ സ്ഥലത്ത് ഉത്തരം മുട്ടിയപ്പോ അയാൾ പറയുന്നത് എന്തറിയോ? ഇതിപ്പോ അങ്ങനെ പാർട്ടിയൊന്നുമില്ല, ഞങ്ങളെപ്പറ്റി ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചതൊരു പാർട്ടിയാണ് എന്നാണ്. ഇതൊരു പാർട്ടി എന്നല്ല, നിക്കരിച്ച ഇമാമുക്കൂലേ, സലാം വീട്ടിയ കഴിയും ചെയ്തില്ലേ, അങ്ങനെയുള്ളൂ. ഇതൊരു പാർട്ടി എന്ന് പറഞ്ഞ് ഒരു നേതാവ് കുറെ അനുയായികൾ അങ്ങനെ കൊണ്ടെടുക്കണമെന്നില്ല. അത് സാധാരണ തബ്ലീഗുകാർ പറയുന്നത് പൊട്ടീസിന്റെ വാക്കാണ്. അതിന് ബാക്കി മറുപടി ഞാൻ പറഞ്ഞാൽ ആദ്യം അതൊന്ന് കേട്ടോളൂ. കൂടെയാണ് അവർ തബ്ലീഗ് ജമാഅത്തായിരുന്നു, മറ്റാവശ്യത്തിന് പോയതല്ല. ഇങ്ങനെയുള്ള ഒരു ജമാഅത്തിന് ഉറുദുവിൽ തബ്ലീഗി ജമാഅത്ത് എന്ന് പറയും. ഇപ്പൊ അസറിന്റെ ജമാഅത്ത്, ളുഹറിന്റെ ജമാഅത്ത് എന്നൊക്കെ പറയും പോലെ, സലാം വീട്ടുന്നവരെ ആ ഇമാമിനനുസരിച്ച് പോകുന്നത് പോലെ എത്ര ദിവസത്തേക്കാണോ ഈ ജമാഅത്ത് പോകുന്നത് അത്രയും ദീനിന്റെ വിധി അനുസരിച്ച് അമീറിനനുസരിക്കണം. അത് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജമാഅത്ത് ഉണ്ടാവില്ല. ഇങ്ങനത്തെ ജമാഅത്ത് ഇപ്പോൾ ലോകാടിസ്ഥാനത്തിൽ എത്രയോ ഉണ്ട്, കണക്കാക്കാൻ കഴിയില്ല. ഇത് ഒരു സംഘടനയാണ് തെറ്റിദ്ധരിച്ചതാണ് ഒന്നാമത്തെ തെറ്റ്. അത് നന്നായി പഠിക്കാതെ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിച്ചാണ് അക്ഷന്തവ്യമായ രണ്ടാമത്തെ തെറ്റ്. ഇപ്പൊ നമസ്കാരത്തിന്റെ ജമാഅത്ത് ഒരു സംഘടന അർത്ഥം വെച്ചാൽ നേതാവിനേക്കാൾ ഒരടി മുന്നോട്ട് പോകാൻ പാടില്ല, മലയാളം സംസാരിക്കാൻ പാടില്ല, ഇതെന്തൊരു സംഘടനയാണ് എന്നൊക്കെ ചോദിക്കുന്നത് പോലെ. അപ്പോ രണ്ട് തെറ്റ് നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇതൊരു സംഘടനയാണ് എന്നുള്ള തെറ്റിദ്ധരിച്ചു, അത് ഒന്നാമത്തെ തെറ്റാണ്. ളുഹുർ അസറിനൊക്കെ ജമാഅത്ത് സലാം പൂറ്റിയ പിന്നെ ജമാഅത്തുണ്ടോ? പക്ഷെ ഇത് നിങ്ങൾ സ്ഥിരമായതാണ് മനസ്സിലാക്കി, അത് നിങ്ങൾക്ക് രണ്ടാമത്തെ തെറ്റാണ്. എന്നാൽ ഈ പറഞ്ഞതിൽ രണ്ട് തെറ്റ് എനിക്ക് കാണിക്കാണ്ട്. ഏതാ നിങ്ങള്? ഒന്ന്, ളുഹുർ നിസ്കരിച്ച് സലാം വീട്ടിയാൽ പിന്നെ അസറിന് കൂടുമ്പോഴാണോ തബ്ലീഗ് ജമാഅത്ത്? അങ്ങനെ ആ സലാം വീട്ടിക്കഴിഞ്ഞാൽ വീടിന്റെ ബന്ധാണോ തബ്ലീഗ് ജമാഅത്തിലുള്ളത്? അതൊരു പ്രസ്ഥാനമായിട്ട് അംഗീകരിക്കണില്ലേ? അത് സംഘടന അംഗീകരിക്കണില്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്നാ പിന്നെ ഈ നിസ്കാരത്തിന്റെ സമ്മേളനം, അങ്ങനെ സമ്മേളനം കേട്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? 5 നേരം ജമാഅത്തായി നിസ്കരിക്കുന്ന ആളുകളുടെ സമ്മേളനം, അതിന്റെ അഖിലേന്ത്യാ നിസ്കാരം, കേരള നിസ്കാരം, അങ്ങനെ ഉണ്ടോന്ന്? സംഘടനക്കുണ്ട് അങ്ങനെ. SSFന്റെ യൂണിറ്റ്, പിന്നെ സെക്ടർ, പിന്നെ ഡിവിഷൻ, പിന്നെ ജില്ല, പിന്നെ സ്റ്റേറ്റ്. SVSന്റെ യൂണിറ്റ്, പിന്നെ പഞ്ചായത്ത്, പിന്നെ മേഖല, പിന്നെ ജില്ല, പിന്നെ സ്റ്റേറ്റ്, അങ്ങനെ ഉണ്ട്. അത് ഓരോ സംഘടനക്ക് ഓരോ സെറ്റപ്പാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിന്റെ സെറ്റപ്പ് ഉണ്ടാവും, മറ്റിന് അങ്ങനെ ഉണ്ടാവും. SSFന്റെ ആ തിയറിയാണോ SKSSFനുള്ളത്? അതാണോ MSMനുള്ളത്? അതാണോ SIOക്കുള്ളത്? അതാണോ NDFനുള്ളത്? ഓരോന്നും അതിൻ്റെതായ തിയറിയും അതിൻ്റെതായ സ്വഭാവം കാണിക്കും. ഇതുപോലെ തബ്ലീഗ് ജമാഅത്ത് ഞങ്ങൾ സെക്രട്ടറി പ്രസിഡന്റ് എന്ന് പറയും, തബ്ലീഗ് ജമാഅത്ത് അമീർ മറ്റേന്ന് പറയും. അതൊന്ന് അറബി ഒന്ന് ഇംഗ്ലീഷായി മാത്രം. അത് ചക്കാന്ന് പച്ചി പറഞ്ഞാലും പിലാക്കായാലും സാഹിത്യത്തിൽ പറഞ്ഞാലും സംഗതി ഒന്ന് തന്നെയാണ്. സംഗതി ഇപ്പൊ സംഘടന അല്ലാതെ കൂല. സംഘടനയാണെങ്കിൽ കൊടി വേണം, ബോർഡ് വേണം, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ജനങ്ങളെ കബളിപ്പിക്കാൻ പറയാ ളുഹറിന്റെ ജമാഅത്തോലെ അസറിന്റെ ജമാഅത്തോലെ എന്നാ കണ്ടോ? ഇത് മാതൃഭൂമി പത്രാണ്. നോക്കണം നിങ്ങൾ, അത് ജനങ്ങളെ മലയാള ഭാഷയിൽ വഞ്ചിക്കുന്ന ശൈലിയാണ് ഇപ്പത്. നിഷ്പക്ഷമായി ചിന്തിക്കാൻ ഞാനത് ദേഷ്യപ്പെട്ട് പറയല്ല. എത്രയോ സാധുക്കൾ കുടുങ്ങിപ്പോയതാണ്. കേട്ടോളൂ, കാഞ്ഞാർ
മുഹമ്മദ് മൂസ മൗലാനക്ക് കണ്ണീരോടെ വിടാം. കേട്ടോളൂ. ആലുവ അന്തരിച്ച തബ്ലീഗ് ജമാഅത്ത് കേരള അമീർ കാഞ്ഞാർ മുഹമ്മദ് മൂസ മൗലാന 72ന്റെ മൃതദേഹം എടത്തല ജമിയത്തുൽ കൗസരിയ കമ്പൗണ്ടിൽ കബറടക്കം നടത്തി. തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ചത് മൂസ മൗലാനയുടെ നേതൃത്വത്തിലായിരുന്നു. ജമാഅത്തുകാരത്തിന്റെ വരിയ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ആരംഭം കാഞ്ഞാർ മൂസ മൗലാനയുടെ പ്രവർത്തനത്തോടെയാണ്. കേട്ടോൾ തീർന്നിട്ടില്ല. ഈരാറ്റുപേട്ട മുസ്തഫ അലി സാഹിബിന്റെ ശിഷ്യനായി മതഭൗതിക വിദ്യാഭ്യാസം ആരംഭിച്ച് ചെന്നൈയിലെ ലാൽപേട്ടിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി വിവിധ സ്ഥലങ്ങളിൽ അറബിക് കോളേജുകൾക്ക് മേൽനോട്ടം വഹിച്ച് ആയിഷയാണ് ഭാര്യ. അങ്ങനെ ഇയാൾ വിവരണം പറയുകയാണ്. അപ്പൊ കേരളത്തിലേക്ക് തബ്ലീഗ് പ്രവർത്തനം കൊണ്ടുവന്ന കേരളത്തിൽ അമീറാണ് കാഞ്ഞാർ മൂസ മൗലാന. ഇനി മറ്റൊരു റിപ്പോർട്ട് ഞാൻ വായിക്കുന്നു. മാതൃഭൂമി 1985 ഏപ്രിൽ 14 മാതൃഭൂമി. കേട്ടോളൂ. തബ്ലീഗ് സമ്മേളനം തുടങ്ങി. ഇങ്ങനെയുണ്ടോന്ന് 5 നേരത്തെ ജമാഅത്തെ നിൽക്കുന്ന ആദ്യത്തെ സമ്മേളനം തുടങ്ങി. ജനങ്ങളെ പൊട്ടീസാക്കരുത് പ്ലീസ്. ജനങ്ങൾ അവർ വഴിക്ക് വിടണം. ജുബ്ബ ധരിക്കാം, അറാക്ക് കൊണ്ട് പല്ല് തേക്കാം, കള്ളു കുടിക്കുന്നത് നന്നാക്കാം. അൽഹംദുലില്ലാ നല്ലതാണ്. പക്ഷെ പിഴച്ച വിശ്വാസത്തിലേക്ക് കൊണ്ടുപോയി ആളുകളെ വേണ്ടണം പരിപാടിയിൽ നിർത്തരുത്. ഇതിപ്പോ അങ്ങനെയാണ്. മൗലൂദിനെ പറ്റി ചോദിച്ചപ്പോ പറ്റുന്നോ പറ്റൂലാന്നോ യെസ്സോർന്നോ ഇതാ പറയണ്ടേ. മറുപടി എന്തേ പറഞ്ഞത്? അതിപ്പോ സക്കാത്തിനെ പറ്റി നിക്കാരത്തിനോട് ചോദിക്കും പോലെയാണ്. സുബ്ഹാനല്ലാഹ്. ചോറിട്ട് കൊടുക്കുമ്പോ രണ്ടാമത്തതാണെങ്കിലും വേണമെന്ന് പറഞ്ഞാലല്ലേ ഇട്ട് കൊടുക്കുക, വേണ്ട പറഞ്ഞാലല്ലേ എടുത്തു വെക്കുക. വേണ്ടണം എന്ന് പറഞ്ഞാൽ എന്താ കാട്ടുക? അല്ലെങ്കിൽ ആലോചിച്ച് നോക്കി. വേണ്ടണം ഇടാനും വെച്ച് എടുക്കാനും വെച്ച അല്ലാതെ ഞാൻ തമാശയല്ല. നിങ്ങൾ ശരിക്കും മലയാളത്തിലാണല്ലോ ഞാൻ ഇപ്പൊ പ്രസംഗത്തിൽ ക്ലിപ്പിട്ട് ആക്ഷേപിക്കാനല്ല. കോഴിക്കോട്ടുള്ള ആളാണ് ഇയാള്. എന്റെ ശരിക്കാരും എനിക്ക് അങ്ങോട്ടും അറിയും. അത് മുമ്പിൽ വെച്ചിട്ടപ്പൊ ഞാൻ പറയുന്നത്. അപ്പൊ കേട്ടോളൂ. തബ്ലീഗ് ജമാഅത്തിന്റെ സമ്മേളനത്തിനെ കുറിച്ചിട്ട് പറയുകയാണ്. എന്താണ്? പത്തനംതിട്ട 2 ദിവസം നീണ്ടു നിൽക്കുന്ന തബ്ലീഗ് സമ്മേളനം പത്തനംതിട്ട മുഹ്യിദ്ദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ പടുത്തുയർത്തിയിട്ടുള്ള താൽക്കാലിക പന്തലിൽ ശനിയാഴ്ച പുലർച്ചെ ആരംഭിച്ചു. ഖത്തീബ് MB അബ്ദുൽ ഗനി അലിം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള അമീർ അൽ ഹാജ് മൂസ മൗലവി പ്രസംഗിച്ചു. ഇത് ഒരു സംഘടനാ ശൈലിയല്ലേ? ഇനിയിപ്പോ സംഘടന എന്തത്തപ്പ് സാധനം അല്ലെ? ഈ സംഘടന എന്തെങ്കിലും ഒന്ന് തിരിയണല്ലോ. ഇനി പോരാ, ഒരു റിപ്പോർട്ട് കൂടി ഞാൻ വായിക്കുക. അഖിലേന്ത്യാ തബ്ലീഗ് സമ്മേളനത്തിന് ബാംഗ്ലൂർ ഒരുങ്ങി. ലീഗ് ടൈംസ്. ഇത് 1985 ഇവിടുന്ന് ഇപ്പൊ അതൊക്കെ വലിച്ചുകൊണ്ട് വരുന്നതാണ്. ബഹുമാനപ്പെട്ട അണ്ടോൺ ഉസ്താദിന്റെ പഴയ ഡയറി പരിശോധിച്ചപ്പോൾ അതിന് കിട്ടിയതാ. അല്ലാഹു തആല ഖബറിൽ സന്തോഷം കൊടുക്കുമാറാകട്ടെ. റിപ്പോർട്ട് കേട്ടോളൂ, വായിക്കാൻ. പ്രത്യേക ലേഖകൻ ബാംഗ്ലൂർ. അഖിലേന്ത്യാ തബ്ലീഗ് സമ്മേളനത്തിന് വേണ്ടി ബാംഗ്ലൂർ നഗരം ഭക്തിയുടെ പരിവേഷം അണിഞ്ഞു കഴിഞ്ഞു. ഫെബ്രുവരി 23 ശനിയാഴ്ച തുടങ്ങി 27 ബുധനാഴ്ച അവസാനിക്കത്തക്ക വിധം ഇവിടെ നടക്കുന്ന സമ്മേളനത്തിനോടനുബന്ധിച്ച് ഇതിനകം തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ ആയിരക്കണക്കിന് തബ്ലീഗ് പ്രവർത്തകർ ബാംഗ്ലൂരിലെ മിക്ക മസ്ജിദുകളും തിരക്കുള്ളതാക്കി മാറ്റി. തബ്ലീഗ് പ്രവർത്തകർ, നിസ്കാരത്തിന് ജമാഅത്തിന്റെ പ്രവർത്തകർ ഇങ്ങനെ പറയുന്നുണ്ടോ? ഞങ്ങൾ ഇമാം സലാം വിട്ടേ കഴിഞ്ഞു. ഇങ്ങനെയാണപ്പോ പറഞ്ഞ്. നിങ്ങൾ ശരിക്കു ചിന്തിക്കണം നിഷ്പക്ഷ ബുദ്ധി കൊണ്ട്. എന്നിട്ട് കേട്ടോളൂ. കേരളത്തിൽ നിന്ന് അൽ ഹാജ് കാഞ്ഞാർ മൂസ മൗലാനയുടെ നേതൃത്വത്തിൽ എത്തിയിട്ടുള്ള 50ഓളം പ്രവർത്തകരും പല ദിവസങ്ങളിലായി ബാംഗ്ലൂരിൽ പ്രവർത്തിച്ചു വരുന്നു. അപ്പൊ ഇവർക്ക് കേരള ഘടകമുണ്ട്, അഖിലേന്ത്യാ ഘടകമുണ്ട്, കേരള അമീറുണ്ട്, അഖിലേന്ത്യാ അമീറുണ്ട്, വേൾഡ് സെന്റർ ഉണ്ട്, കേരള സെന്റർ ഉണ്ട്. ഇവർക്ക് ഇവരുടേതായ രൂപവും ശൈലിയും ഉണ്ട്. അതിനല്ലേ സംഘടന അറിയാം. ഈ സംഘടന ആന കുമ്പിട്ടതാ. എന്താ മനസ്സിലാക്കി? ഒരു ലക്ഷ്യത്തിന് വേണ്ടി കുറെ ആൾക്കാർ ഒരു നേതൃത്വത്തിന് പ്രവർത്തിക്കുക. ഇതല്ലേ സംഘടന. ആ സംഘടനാ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ആശയമാ നേരത്തെ ഞാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മൗലിദ് പോലും മോദിക്കൂടാ. റസൂലുള്ളാഹി കൈവറിയില്ല. പോരാ. ഇനി കണ്ടോളൂ നിങ്ങൾ. ഹബീബാൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ആ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസയും നടത്തിക്കൂടാ. സയ്യിം മുജാഹിദിന്റെ വാദം, ജമാഅത്ത് ഇസ്ലാമിന്റെ വാദം. അത് ഇൻഷാ അല്ലാഹ് പ്രസംഗിച്ച് ക്ലിപ്പ് ഞാട്ടിരും. മരിച്ചുപോയി കബർ കഴിയെത്തിയാൽ ഒരു ഫലവും പിന്നെ അവരെ കൊണ്ട് കിട്ടൂല. തബ്ലീഗ് ജമാഅത്ത് നേതാവിന്റെ പ്രസംഗം എന്തേ പറയുന്നത്? മരിച്ചുപോയ ആളുകളുടെ കബറും പുറത്തി എന്നാൽ യാതൊരു ഫലവും നേട്ടവും കിട്ടുകയില്ല.
അതിനു മുമ്പ് ഞാൻ ആദ്യം വരമൊഴിന്ന് വായിക്കട്ടെ, കേട്ടോളൂ. ഫത്താവ റഷീദിയ, റഷീദ് അഹമ്മദ് ഗംഗോഹി കൊടുത്ത ഫത്വകളുടെ സമാഹാരമാണ്. ഇതിൽ പറയുന്നു, യാ റസൂലല്ലാ പുക്കാർന, അള്ളാഹുവിന്റെ റസൂലേ എന്ന് വിളിക്കൽ, കേട്ടോളൂ. യാ നസ്ദീഖ് ഖബർ ഷരീഫ് സേ പുക്കാർന ജായിസ് ഹേ യാ നഹി, ദൂരെ നിന്നോ റസൂലുള്ളാഹിന്റെ റൗളയുടെ പരിസരത്ത് പോയോ യാ റസൂലുള്ളാഹ് എന്ന് വിളിക്കൽ ശരിയോ തെറ്റോ? മറുപടി കേട്ടോളൂ. जब अंबिया अलैहिस्सलातु वस्सलाम को इल्मे गैब नहीं तो या रसूलुल्लाह कहना भी नाजायज होगा. അള്ളാഹുവിന്റെ റസൂലിന് മറഞ്ഞ കാര്യം അറിയാൻ കഴിവില്ല എന്ന് വെക്കുമ്പോൾ ആ റസൂലുള്ളാഹിനെ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കൽ അനുവദനീയമാകുന്നതാണ്. അഗർ അഖീദ കർക്കെ കഹെ, ഇങ്ങനെ വിശ്വാസം വെച്ചുകൊണ്ട് പറയപ്പെട്ടു, ഓ ദൂർ സേ സുൻതേ ഹൈ, ദൂരെന്ന് വിളിച്ചാൽ മുത്തനബി കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ തോ ഖുദ് കുഫ്ർ ഹൈ. എന്റെ 40 ദിവസത്തെ തബ്ലീഗിന് പോകുന്ന ആളുകളെ, തബ്ലീഗ് ജമാഅത്തിന് വേണ്ടി പള്ളി സൗകര്യം ചെയ്തു കൊടുക്കുന്ന സഹോദരന്മാരെ, ജുബ്ബ വെച്ചോളൂ, താടി വെച്ചോളൂ, അറാക്ക് കൊണ്ട് പല്ല് തേച്ചോളൂ, സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തോളൂ. പക്ഷേ ദൂരെ വെച്ചിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചാൽ റസൂലുള്ളാഹി കേൾക്കുമെന്ന് വിശ്വസിച്ചു പോയാൽ തോ ഖുദ് കുഫ്ർ ഹേ, അത് തനിച്ച കുഫ്റാകുന്നു. ആമയൂരോട് പള്ളിയിൽ വെച്ചിട്ട് യാ റസൂലുള്ളാഹ് എന്ന് വിളിച്ചാൽ, കാരക്കുന്ന് വെച്ച് യാ റസൂലുള്ളാഹ് എന്ന് വിളിച്ചാൽ, പത്തപ്പിരിയത്ത് വെച്ച് യാ റസൂലുള്ളാഹ് എന്ന് വിളിച്ചാൽ മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം എന്താ? മുസ്ലിം ലോകത്തിന്റെ വിശ്വാസ വിധങ്ങൾ കേൾക്കുമെന്നല്ലേ? അതുകൊണ്ടല്ലേ അത്തഹിയ്യാത്ത് ഓതുന്ന സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ, ലോക മുസ്ലിങ്ങൾ വിളിക്കുന്നില്ലയോ? പക്ഷേ 12 ദിവസത്തെ തബ്ലീഗിന് പോയാൽ നിങ്ങൾക്കതറിയില്ല, 40 ദിവസം പോയാലും അറിയില്ല. കുറച്ചുള്ളിലേക്ക് അങ്ങ് എത്തുമ്പോഴാണ് ആദർശം നിങ്ങൾക്ക് കുത്തിവെക്കുന്നത്. ഓ ചിന്തിച്ചോ സഹോദരന്മാരെ, മുത്തുനബിയെ എന്ന് വിളിച്ചാൽ, എന്നിട്ടല്ലേ മമ്പറം തങ്ങൾ, എന്നിട്ടല്ലേ മുഹീദ്ദീൻ ശൈഖ്, അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളെ വിളിച്ചു പോയാൽ, ദൂരെ നിന്ന് വിളിച്ചാൽ നബി തങ്ങൾ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ഏതോ ഖുദ് കുഫ്ർ ഹേ, ഇത് തനിച്ച കുഫ്റാകുന്നു. അതല്ലേ മുജാഹിദിന്റെ വാദം, അതല്ലേ ചേകനൂര് പറഞ്ഞു, അതല്ലേ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞു. നോക്കിക്കോ നിങ്ങൾ, ഒന്നും കൂടെ കേട്ടോളൂ, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇട്ടുതരാം. ഖുബൂർ സേ ഇസ് തറഹ് ദുആ കർന, ഖബറിന്റെ അടുത്ത് എന്നിട്ട് ഈ നിലക്ക് ദുആ ചെയ്യാം. അയേ സ്വഹൈബേ ഖബർ, ഓ ശൈഖേ, ഓ മഹാനേ, इस तरह मेरा काम कर दे तो ഹറാം और शिर्क बिल इत्तिफाक है. എന്റെ ഇന്ന കാര്യം നടത്തി തരണോ എന്ന് മഖബറക്കരികിൽ പോയിട്ടൊരു മഹാനോട് പറഞ്ഞാൽ അത് ഹറാമാണെന്ന് മാത്രമല്ല തനിച്ച് ശിർക്കാകുന്നു. يا شيخنا يا شيخ مدبو جنتينا بابكم راجين فوزا كاملا يا سيدي سيم ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ये तो हराम और शिर्क बिल इत्तिफाक है. हराम हुआ शिर्क हुई. അപ്പോൾ മുത്തനബിയുടെ മക്കബറയിൽ ചെന്നിട്ട് യാ അക്റമൽ ഖുറമാ അലാ അൽതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലി ജനാബികും, ये तो हराम और शिर्क बिल इत्तिफाक है. उमर काल मुशरिकाई ले या सय्यद सादाती जुतुका कासिदा अर्जुरिला कवा अहतमी बिहिमा का या मालिकी कुन शाफिई फी फाकती इन्नी फकीरुन फिल वरालि गिना का. നേർക്ക് നേരെ മുത്തനബിയെ വിളിച്ചുകൊണ്ട് ചോദിച്ച അബൂ ഹനീഫത്തുൽ കൂഫി ഇമാമുൽ ആലം റളിയല്ലാഹു അൻഹു കാഫറായി പോയി, മുശ്രിക്കായി പോയി. ഫി ഹാലത്തിൽ ബുദി റൂഹി കുൻതു ഉർസിലുഹാ തുകബ്ബിറുൽ അർള അന്നി വഹിയ നായിബതി. ഉമർ കബീരി ഫൈർ റളിയല്ലാഹു അൻഹു കാഫറായി പോയി. നഊദു ബില്ലാഹ്. എങ്ങോട്ടാ പോണത്? ജുബ്ബ നല്ലതാണ്, അറാക്ക് നല്ലതാണ്, താടിവെക്കൽ നല്ലതാണ്, കള്ളുകുടി മാറ്റൽ വേണ്ടതാണ്. പക്ഷേ വെരി ഡേഞ്ചർ വിശ്വാസം. പുതിയാപ്പള ചുരുക്കുണ്ട്, വരുമാന റബ്ബർ സ്റ്റേറ്റ് ഉണ്ട്, കണ്ടാ നല്ല ചൊങ്കന, വിദ്യാഭ്യാസത്തിന്റെ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട്,
എയ്ഡ്സിന്റെ രോഗാണു വന്നാൽ കുട്ടിനെ കെട്ടിച്ചു കൊടുക്കൂലല്ലോ, കിടോ? ഇവിടെ ഗുരുതരമായ വിശ്വാസത്തിന്റെ തകരാറ്. ഈ തകരാറ് കുടുങ്ങിയത് മാത്രമല്ല, ഇത് പറഞ്ഞപ്പോ ഞാനുമായി ചർച്ചയ്ക്ക് വന്ന കുറച്ച് തബ്ലീഗുകാരുണ്ട്. ഞാൻ പാണ്ടിക്കാട് അൻസാറിൽ നിൽക്കണ സമയത്ത് അവിടെ ഇതുപോലെ പ്രസംഗം നടത്തിയപ്പോ ചില തബ്ലീഗുകാർ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നു. ഞാൻ കുഴപ്പമില്ല, കിതാബ് എടുത്തെടുത്തപ്പോ ഞാൻ ഉറുദു അറിയില്ല, എന്നാ ഉറുദു ഒരാളെ കൂട്ടി വരണോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, പിന്നീട് മഞ്ചേരി കുറച്ച് ആൾക്കാരും കൊണ്ടുവന്നു. അങ്ങനെ അത് വന്നിട്ട് അങ്ങനെ പോയി 2ാം റൗണ്ട് നമ്മളെ മോങ്ങത്തുള്ള റഷീദ് ഡോക്ടർ ഉണ്ട്, ഞാൻ പേരെടുത്തിട്ട് തന്നെ പറയാണ്, അദ്ദേഹം വന്നു ഉറുദു ഒരാളെ അപ്പരുത്തി 3 മണിക്കൂർ ചർച്ച. എന്റെ ബിസ്ക്കറ്റും കട്ടൻ ചെയ്യാൻ പോയി കിട്ടി. അതന്നെ ആദ്യം എതിർത്തു, പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വിവരമില്ല, ഞങ്ങൾ ജാഹിലീങ്ങളാ. എന്നാ ജാഹിലീങ്ങളാണെങ്കിൽ പിന്നെ ആരും നിങ്ങൾ പറഞ്ഞ കേൾക്കാറല്ല ബുദ്ധി അതില്ല. പിന്നെ ചൊറഞ്ഞിങ്ങനെ കൂടും, അല്ല ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കിതൊന്നും അറിയില്ല, ഞങ്ങൾ ചിന്തിക്കട്ടെ, പഠിക്കട്ടെ, ആലോചിക്കട്ടെ. അതാണ് പറഞ്ഞാൽ പിന്നെ കിട്ടൂല, നോക്കിക്കോളുകൾ. അങ്ങനെ 2-3 പ്രാവശ്യം ഇവിടെ വന്നതിന് ശേഷം വന്നിക്കണം അൽഫലാവർ. അതുകൊണ്ട് ഇപ്പൊ വിളിച്ചു വെച്ചിട്ട് ഞങ്ങൾ തെബിലിയേറെ കൊണ്ടേറ്റ് വെച്ച വേണ്ടാറിയണം. നമ്മളെ മഞ്ചേരി തമീ സാഹിബും കൂടെ നിന്ന് ഒരു പ്രാവശ്യം മേലാകത്തൊക്കെ അതിൻ്റെ അടുത്തൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പറഞ്ഞു വെച്ച് ലാസ്റ്റിന്റെ സീഡിയും കൊടുത്താ പറഞ്ഞു വെച്ചു. പിന്നെ നോക്കുമ്പോ അത് ഇങ്ങനെയാണ് നോക്കി നിങ്ങൾ സ്വാഭാവികമായിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ആഖിറത്തിന്റെ കാര്യം എന്തായിരുന്നാലും ഇപ്പോൾ ഇവിടെ ഇലക്ഷൻ അടുത്ത് വരുന്നുണ്ട്. അതിൽ 10 സ്ഥാനാർത്ഥി നിസാമി സ്ഥാനാർത്ഥിയാകും, എന്നിട്ടല്ലേ 10 വോട്ട് കിട്ടാൻ. അള്ളാഹുത്തല മൂക്കിൽ പഞ്ഞു വെക്കപ്പെടുന്നത് വരെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതിന് തൊട്ടല്ല നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വരക്കണേ. നമ്മൾ ആ കുപ്പായം വേണ്ട. പിന്നെ എന്തിനാ ഇത് പറയുന്നത്? ഇത് പറയുന്നത് കുറെ ശത്രുക്കളെ സമ്പാദിക്കാനല്ല. ഇന്നലെ വരെ എന്നെ കണ്ടപ്പോൾ ചിരിച്ചിട്ടില്ലെങ്കിൽ ദേഷ്യം പിടിക്കാത്ത ആളുകൾ നാളെ എനിക്ക് ശത്രുവെന്ന് എനിക്കറിയാം. 10 വായനശാല പ്രസംഗം കഴിഞ്ഞ് 3 റൗണ്ട് കഴിഞ്ഞപ്പോഴേക്ക് ഭീഷണി വന്നത് നല്ല ഭീഷണി, ചെറുതൊന്നുമല്ല, നല്ല ഭീഷണി എന്ന് വന്നിട്ടുണ്ട്. മഞ്ചേന്നൊക്കെ പ്രസംഗിച്ചിറങ്ങുമ്പോഴേക്ക് മൂക്കിൽ പഞ്ഞി വെക്കും, പെരിക്കെത്തുന്നതിന് മുമ്പ് പന്തപ്പള്ളിന് 34 അടിയിൽ നിന്ന് 8 കണ്ടാക്കുന്നൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ വരൂല, കഥാപ്രസംഗം നടത്തിയ വരൂല, അതേമത്ത് ഇതുപോലെ പ്രസംഗിച്ച പേരുന്നറിയാം. എങ്കിലും റബ്ബിന്റെ ദീന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരാളെങ്കിലും പോയവർ തിരിച്ചു വന്നാൽ ഒരൊറ്റ മനുഷ്യന്മാർ ചിന്തിച്ചാൽ ജീവിതം മുതലായി പോയി. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മുടെ ഈ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ കുറെ അനുഭവമുണ്ട്. നിങ്ങളെ പ്രസംഗിച്ചതിന് ശേഷം അവിടെ അങ്ങനെ മാറ്റം വന്ന് ഇന്നാണ് എനിക്കത് അറിയില്ലായിരുന്നു എന്നൊക്കെ പറയാൻ എത്രയോ അനുഭവങ്ങൾ. അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് ചേഞ്ചിങ് കൊടുക്കുമാറാവട്ടെ. അപ്പൊ ആ വന്ന കൂട്ടത്തിൽ അവർ പറഞ്ഞു, ഇതൊക്കെ വേറെ ഏതൊക്കെയോ ആൾക്കാർ പറഞ്ഞല്ലേ, ഇയാളെ കുറച്ച് മുമ്പുള്ളതല്ലേ, ഈ ഷാ മുഹമ്മദ് ഇല്യാസ് വല്ലതും പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിച്ചു. അടുത്ത് ഞാൻ മക്കാത്തീബ് ഞാൻ പറഞ്ഞു, അവിടെ ഒരു കൊല്ലം പരിപ്പും ആലും ദാനും കഴിച്ച് വെറുതെ അല്ല. അതൊക്കെ അറിയാം. അന്നത്തെ കാരെന്ന് പറഞ്ഞ സുബ്ഹാനല്ലാഹ് 2 ചപ്പാത്തി കൊണ്ട് നേരം വെളുപ്പിച്ചോളും, 2 ചപ്പാത്തി കൊണ്ട് ഉച്ചക്കൊപ്പിക്കണം കോലത്തിലാണ്. അപ്പൊ ആ സമയത്ത് കാര്യമായിട്ട് പഠിച്ച് ഉപയോഗപ്പെടുത്തിയ തന്നെയാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന കുത്തുബ്ഖാനിൽ ഏറെക്കുറെ കിതാബുകളൊക്കെ ഞങ്ങളൊക്കെ കൈവശം കാണുകയും ചെയ്യും. അതിന്റെ ഒരു കൊല്ലത്തെ അധ്വാനം വേറെ പുസ്തകം ഇപ്പുറത്ത് ഉണ്ടാക്കി വെച്ചതൊക്കെ അതിന്റെ പേരിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിച്ചു മനസ്സിലാക്കിയ പറയുന്നത് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്താൻ അതൊക്കെ പറയുന്നത്. ഇത് ഇല്യാസിന്റെ തന്നെ മക്കാത്തിബാണ്. ഈ മക്കാത്തിബിൽ ശരിക്കും അയാൾ പറയുന്നു, अस्सलातु वस्सलाम अलैका के अंदर भी यही बात है कि अगर हुजूरों को हाजिर व नाजिर जानकर या मुबतदीन के तसब्बु के सूरत हो तो नाजाइज है. अस्सलातु वस्सलाम अलैका या റസൂലുള്ളാഹി എന്ന് വിളിക്കുമ്പോൾ അല്ലാഹുവിന്റെ നബി കാണും കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും അങ്ങനെ വിശ്വസിച്ചു പോയാൽ അത് തനിച്ച അപകടം തന്നെ. അപ്പൊ ഈ അപകടത്തിൽ ആരൊക്കെ പെടുന്നറിയുങ്ങളും ഇത് അനുവദിച്ച് ഇബ്നു കസീർ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഖുർആൻ പഠിപ്പിച്ച നിങ്ങൾ മരിച്ചുപോയ ആൾക്കാരെ വിളിക്കണം എന്നാണ്. വലവന്നഹും യദ്ലമു അൻഫുസഹും ജാഊക എന്ന ആയത്ത് വിശദീകരിച്ച് ഇബ്നു കസീർ ശരിക്കും പറയുന്നുണ്ട്, യുർഷിദു തആല അൽ-ലുസാത്ത് വൽ മുദ്നിബീന മിനൽ മുഅ്മിനീൻ. തെറ്റു ചെയ്തതായ ആളുകളെ വിളിച്ച് അല്ലാഹു ഉപദേശിക്കുന്നുണ്ട്. അവരെന്ന് തെറ്റ് സംഭവിച്ചാൽ അയ്യത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോകണോ. ഇത് ഇബ്നു കസീർ റസൂലുള്ള വഫാത്തായി കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാ വന്നത്. അപ്പൊ റസൂലുള്ളാഹിന്റെ ആർത്തിങ്ങൾ ചെല്ലണോ, എന്നിട്ട് നബിയോട് പറയണം കേസ്, നബി അള്ളാഹിനോട് ചോദിക്കണം, അള്ളാഹു തആല പുറത്തു കൊടുക്കൂ. അപ്പൊ മഹാന്മാരെ വിളിക്കണമെന്നാണ്. അതുകൊണ്ട് ഇബ്നു ഉമർ കാല് കോച്ചിയപ്പം വിളിച്ചില്ലേ റസൂലുള്ളാഹിനെ. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുൻകദർ റളിയല്ലാഹു തആല അൻഹു ബുഖാരിയിൽ 18 സ്ഥലത്ത് ഹദീസ് റിപ്പോർട്ടില്ലേ, മുസ്ലിമിൽ 32 സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ ഹദീസ് റിപ്പോർട്ടില്ലേ. മഹാനവർക്ക് ഹദീസ് ഇങ്ങനെ ഓതി കൊടുക്കുമ്പോൾ കുട്ടികൾ സംശയം ചോദിക്കും, ചിലതിന് ഉത്തരം കിട്ടും. മദീന പള്ളിയിലാണ്.
ചിലതിന് ഉത്തരം കിട്ടാതെ വരുമ്പോ നേരെ പോകും റസൂലുള്ളാഹിന്റെ ജാർത്തുങ്ങൾക്ക്, എന്നിട്ട് അവിടെ ചെവി വെക്കും. റസൂലുള്ളാഹിന്റെ ജാർത്തുമ്മ ചെവി വെക്കുക, കവിടും വെക്കുക, എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആളുകൾ ചോദിച്ചു, ഇതെന്ത് ഏർപ്പാടാ, മക്ബറിൽ പോയിട്ട് തല വെക്കണു? മാൻ പറയാ, എന്ത് വിഷമരിക്കുണ്ടായാലും ഞാൻ ജാർത്തങ്ങ ചെന്നിട്ട് അങ്ങോട്ട് ചെന്നാൽ എനിക്ക് റസൂലുള്ളാഹി തങ്ങളെ മദത് കിട്ടും, സഹായം കിട്ടും. തബ്ലീഗുകാര് പറയാം, അങ്ങനെ വിശ്വസിച്ചാൽ ഓത്തോ ശിർക്ക് ബിൽ ഇത്തിഫാഖ്, ഹറാം എന്തായാലും ശിർക്ക് എന്തായാലും. ആലോചിച്ചു നിങ്ങള്. പോരാ, അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കാത്തവന് 5 നേരം നിസ്കരിക്കാൻ പോലും കഴിയില്ല. ബാക്കി അവിടെ കിട്ടി. 5 നേരം നിസ്കരിക്കാൻ കഴിയോ റസൂലിനെ വിളിക്കാതെ? അള്ളാഹുവിന് വേണ്ടി മാത്രം നടത്തുന്ന നിസ്കാരത്തിന്റെ ക്ലൈമാക്സിൽ നമ്മൾ എന്താ പറയണത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ, ഓ നബിയേ, അള്ളാഹുവിന്റെ രക്ഷ അവിടത്തേക്കുണ്ടാകട്ടെ. അള്ളാഹുവിന്റെ ഹബീബിനെ വിളിക്കാതിരിക്കാൻ പറ്റൂല. നബിയേ എന്നാണ് അതിന്റെ അർത്ഥം. സത്യത്തിന് മുജാഹിദും പണ്ട് അങ്ങനെ അർത്ഥം കൊടുത്തിയത്. PK മൂസ മൗലവി എഴുതിയ പ്രവാചക ചതികൾ എന്ന പുസ്തകത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിക്ക് അർത്ഥം കൊടുത്തു, നബിയേ അങ്ങേക്കല്ലാൻ രക്ഷ ഉണ്ടാകട്ടെ. പക്ഷെ ചേകനൂര് വന്ന് പ്രസംഗിച്ചിട്ട് പറഞ്ഞു, മുജാഹിദീങ്ങൾ എങ്ങളെന്ത് മനുഷ്യന്മാരാ, അന്നൽ മസാജിദിലില്ല ഫലാത്തതു അല്ലാഹി ഹദായ നായത്തോതി മുഹിദ്ദീൻ ശൈഖനെ അള്ളാന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുന്ന സുന്നികളെ കാഫറാക്കണങ്ങള്, നബീനെ വിളിക്കണില്ലേ, നബി അല്ലല്ലോ, അപ്പം നിങ്ങളും കാഫറാവൂലേ. അപ്പം കോയക്കുട്ടി ഫാറൂഖി പുസ്തകം എഴുതിയപ്പം അസ്സലാമു അലൈക അയ്യുഹൻ നബിന്റെ അർത്ഥം ഒന്ന് മാറ്റി കൊടുത്തു. മുഹമ്മദ് നബിക്ക് അള്ളാന്റെ രക്ഷ ഉണ്ടാകട്ടെ. മുമ്പ് നേരെ ടൗൺ കൂടിയ പോയിനി, നബിയെ അവിടേക്കല്ല രക്ഷ ഉണ്ടാകട്ടെ. ഇപ്പൊ ബൈപ്പാസ് കൂടിയ മുഹമ്മദ് നബിക്ക് അള്ളാന്റെ രക്ഷ ഉണ്ടാകട്ടെ, നമുക്ക് വന്നൊന്നുമില്ല. അർത്ഥം മാറ്റി. പക്ഷെ ഇപ്പോഴും അറബി അങ്ങനെ തന്നെയാണ്. എന്നാൽ ഈ അറബി പറയുമ്പോൾ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ആശയം എന്താണെന്നറിയോ? ഓ മുഅ്മിനേ, ശരിക്കും ആമയൂരോട് പള്ളിയിൽ വെച്ചും കാരക്കുന്ന് പള്ളിയിൽ വെച്ചും നിസ്കരിക്കുന്നവരെ ശരിക്കും ചിന്തിച്ചോ. ഫീ ഖൽബിക നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ മുത്തനബിയെ ഹാജരാക്കിക്കോ. വഖുൽ സലാമുൻ അലൈക അയ്യുഹൻ നബിയു. എന്നിട്ട് മദീനയിലെ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് സലാം പറഞ്ഞോ. വല്ലസ്തുക അമലുക, നിന്റെ മനസ്സിലെ പ്രതീക്ഷ വേണ്ടത് അന്നഹു യബ്ലുഹു സലാം. ആരക്കുന്ന് ആമയോരോട് പത്തപ്പിരിയം മഞ്ചേരി വെച്ച് നീ പറയുന്ന സലാം മദീനയിലെ നബി തങ്ങൾ കേൾക്കും കേട്ടോ. വയറുദ്ദു അലൈക മാ ഹുവ ഔഫാ മിൻഹു. അങ്ങോട്ട് നീ പറയുന്നതിനേക്കാൾ ബെറ്ററായി മുത്ത് നബി സലാം ഇങ്ങോട്ട് മടക്കും കേട്ടോ. ഇതാണ് മാപ്പിളജാതിന്റെ വിശ്വാസം എന്ന് സമസ്തക്കാരല്ല. AP ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും ശിഹാബ് ഉള്ളാത്തങ്ങളൊന്നുമല്ല, ഒസാലിമാറിലുള്ളവന് പഠിപ്പിക്കുകയാണ്. പക്ഷെ തബ്ലീഗ് ജമാഅത്താരും വന്നിട്ട് പറഞ്ഞത് എന്താ അറിയോ? അനങ്ങാൻ പാടില്ല, വിളിച്ചാൽ ചെറുക്കും പറമ്പവരെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു കഴുതനെയും കാളയെയും ചിന്തിച്ചാൽ പോലും റസൂലുള്ളാഹിനെ ആലോചിക്കാൻ പോലും പാടില്ല, മഹാന്മാരാരും പാടില്ല. ഇതൊരു പ്രമാദമായ വിഷയം. പല സ്ഥലത്ത് ഇവര് പറയുന്നത്, ഞങ്ങൾക്ക് അങ്ങനെ കിതാബില്ല, ഞങ്ങളെ കിതാബിൽ അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കുറെ കാലം നടന്നു. പൂക്കോട്ടൂരൊക്കെ ഒരു വെല്ലു വിളിച്ചു, അങ്ങനെ കിതാബ് ഉണ്ട് എന്ന് തെളിയിച്ചു തന്നാൽ, ആ കിതാബിൽ ഇങ്ങനെ ഉണ്ട് എന്ന് തെളിയിച്ചാൽ കോഴിക്കോട് ടൗണിൽ 2 ഏക്കർ നെങ്ങുന്തോട്ടം തരാനാ. ഞാൻ കുറെ നടന്നു നോക്കി, കാരണം എന്നാ ഒച്ചടക്കണമെന്ന് പറയാൻ പറ്റൂലല്ലോ. ഒന്നും ഒഴിഞ്ഞൊരു മൂലൊക്കെ ഇരിക്കുമ്പോ ചിരട്ട വിറ്റിട്ടെങ്കിലും കഴിയണമെങ്കിലും വേണ്ടേ. ഞാൻ പിന്നെ ചെന്ന് പറഞ്ഞു, ഇവരോട് പ്രസംഗിച്ചപ്പോ ഏതായാലും 2 ഏക്കർ തന്നാൽ 1 ഏക്കർ ഞാൻ എടുക്കും. 2ാമത്തെ ഏക്കർ എടവണ്ണ പള്ളിക്ക് ഒരു ഖബർസ്ഥാന്റെ കുറവുണ്ട്. അതുകൊണ്ട് അപ്പൊ ചില ആൾക്കാർക്ക് പള്ളിക്കൊക്കെ വരണമെന്നൊക്കെ ഉണ്ട്, മദ്രസക്കും കുട്ടികളെ വിടുന്നുണ്ട്. പക്ഷെ ഒരു ഭീഷണിപ്പെടുത്താൻ ജീവൻ പോയ എടുക്കാൻ കൊണ്ടേ കാണാലോ. അങ്ങനെ ചെറിയ കുട്ടികളടക്കം ഒരു ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ 1 ഏക്കർ ഖബർസ്ഥാനമാക്കാം. നോക്കുമ്പോ അമ്മിക്കുട്ടി വെള്ളത്ത് പോയ മാതിരി ഒരു വരും കൂടിയില്ല. അതിനെ പറ്റി വർത്താനല്ല. പിന്നെ 2 കൊല്ലം കഴിഞ്ഞു നോക്കുമ്പോ കോഴിക്കോട് ജില്ലയിൽ കമ്പിളിപ്പറമ്പിൽ ഞാൻ വെള്ളം പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റേജും ഇരിക്കാ പിരിവൊക്കെ കഴിഞ്ഞ ശേഷം അപ്പോഴൊരു ഫോൺ പെട്ടെന്ന് എടുത്തു നോക്കുമ്പോ കോടമ്പ അവസ്ഥാന്റെ ഫോണാ. അള്ളാഹു ദീർഘായ സേഫിയത്തും കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചു. പുസ്തകം അറിഞ്ഞിട്ട് പരിസരത്ത് എവിടെ ഉണ്ടെന്നല്ല. ഞാൻ ഇവിടെ എങ്ങനെ ഉണ്ട്, എപ്പം ഇവിടെ വരണമെന്നാണ്. ഞാൻ പറഞ്ഞു, എന്ന് ഞാൻ വെള്ളം കഴിഞ്ഞിട്ടുള്ള ഭക്ഷണമൊക്കെ ഇവിടുന്ന് കഴിക്കും ഇവിടെ എത്തണമെന്നാണ്. അപ്പൊ എന്തേ, അപ്പൊ അവിടെ മുഖാമുഖം നടന്നു കൊടുക്കുക ഫറൂഖ് പേട്ടയിൽ ആ ഗ്രൗണ്ടിൽ.
അപ്പോ ഇവിടെ ഒരു എഴുത്തും കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു ആരോപണം ഞങ്ങളെ പറ്റി. അവിടെ ആരും പ്രസംഗിച്ചിട്ടൊന്നുമില്ല, കാരണം മാളിയേക്കലും കൊളത്തൂരാണ് മുഖം നടത്തുന്നത്, അവർ വിഷയം പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഞങ്ങളെ പറ്റി ഇങ്ങനെ ഒരു ആരോപണം ഉണ്ട്, അത് തെളിയിച്ചു തന്ന 2 ഏക്കർ തെങ്ങുന്തോട്ടം തരാറിയുണ്ട്, നിങ്ങളിപ്പോ എന്താ ചെയ്യാതെ വെച്ച്. എന്തോ ഒരു കുരുത്തക്കേട് അന്ത് ഈ സാധനം എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാനത് അങ്ങനെ കയ്യിൽ വെക്കില്ല. പക്ഷെ ഇപ്പൊ പിന്നെ എവിടെ പോകുമ്പോഴും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കുറച്ച് മരുന്ന് സ്റ്റോക്ക് ചെയ്യില്ല, കാരണം എവിടുന്ന മുൻഗണനയ്ക്ക് പേര് പറയാൻ പറ്റൂല. ചിലപ്പോൾ ഫ്ലൈറ്റിൽ നിന്നാവും, ചിലപ്പോൾ കപ്പലിൽ നിന്നാവും, അങ്ങനെയൊക്കെ ഉണ്ടായ അനുഭവമുണ്ട്. അപ്പൊ ചുരുക്കി പറയട്ടെ, ഏതായിരുന്ന ഞാൻ ചെന്നപ്പോൾ ഒരു സാധു മനുഷ്യനാ, ഒരു 10-55 വയസ്സുണ്ടാവും. ഇയാൾ പറഞ്ഞു ഇങ്ങനെ ഉണ്ടോ? ഓ ഉണ്ടല്ലോ. അങ്ങനെ ഇതിന് കാണിച്ചു ഇങ്ങനെ ഉണ്ട്. ഞാൻ വേഗം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വായിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട്. അതിന് മുമ്പും ബേക്ക് അർത്ഥം വെക്കണം, രണ്ടും കുറച്ച് കൈകാര്യം വെച്ചു കൊടുത്തു. പിന്നെ പറഞ്ഞു അത് ഫോട്ടോസ്റ്റാറ്റ് ഇല്ലേ? എന്നാ പിന്നെ ഈ ഫോട്ടോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ വരച്ചുണ്ടാക്കണല്ല, ഒറിജിനൽ ഇങ്ങോട്ട് ഫോട്ടോസ്റ്റാറ്റ് ഉള്ള ഇങ്ങോട്ട് എടുക്കുകയാണ്. എന്നാലും പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഒറിജിനൽ കാണിച്ചു കൊടുത്തു. പൂക്കോട്ടുകൊണ്ട് ഏതങ്ങനെയാണ് കിതാബ് നിന്ന് കിട്ടാത്ത കിതാബാറിനെ കാണിച്ച് പേടിപ്പിച്ചു. പക്ഷെ അത് ഞാൻ വരുമ്പോ അന്ന് തന്നെ കൊണ്ടുവന്നതാണ്. കിതാബ് എടുത്തിട്ട് ഞാൻ കാണിച്ചു. എങ്ങനെ ഞങ്ങൾ നേതാക്കന്മാരത്തേക്ക് പോലും വെച്ച് എവിടേക്കും പോരാ, 2 ഏക്കർ തെങ്ങുന്തോട്ടം കിട്ടുന്ന കാര്യമല്ലേ. പക്ഷെ ഒന്നുണ്ട്, നിങ്ങൾ ആ വിവരം പാവസ്ഥാനോടൊന്ന് പറയണം. 1 ഏക്കർ എനിക്ക് 1 ഏക്കർ ദാറുമാരിഫിനെ ആയിക്കോട്ടെ. ഇന്ന് വരെ അതിനെപ്പറ്റി പിന്നെ മുണ്ടാട്ടല്ല നോക്കിക്കോങ്ങളും. അതായത് ഞാൻ പറയുന്നത് എന്താ അറിയോ, വെറുതെ രസത്ത് പറയല്ല, പല ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ എറണാകുളം ജില്ലയിലെ പറവൂരടുത്തൊരു സ്ഥലത്ത് എനിക്കൊരു ഫോൺ ഒരു ദിവസം, നമ്മൾ പരിചയമുള്ള സക്കാഫിയാണ്, നിങ്ങൾ പെട്ടെന്ന് ഇവിടെ വരണമെന്നാണ്. ഏകദേശം 3-4 കൊല്ലമായിട്ടുണ്ടാവും. എന്തേ തെബലീഗിനെ പറ്റി ഒരു ക്ലാസ് എടുക്കണം. ആയിക്കോട്ടെ, അതിന് സംശയം വന്നാൽ തീർത്തൊടുക്കാൻ വേണമെന്ന് പറഞ്ഞു. ആന്ന് ഒരു മഹലിൽ പ്രശ്നമുള്ളതാണ്, തീർക്കാന്ന് പറഞ്ഞു. ഞാൻ അന്ന് ഒന്നിയാണെന്ന് വണ്ടി, ഏതോ ആവട്ടെ വണ്ടി ഇട്ട് നേരൊക്കെ വൈകിട്ട് അവിടെ എത്തി. ചുരുക്കി ചെന്ന് നോക്കുമ്പം ജബ്ബാർ സക്കാർ പേക്കാപ്പള്ളി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അഡ്വക്കറ്റ് അത്യാവശ്യം ഇങ്ങനെ ഒരു നല്ല ഒരു വ്യക്തമായിട്ട് അത് ഇരുത്തിയിരിക്കുന്നുണ്ട്. വാല് വെച്ച തലയെക്കെട്ട് കെട്ടിയ പ്രായമുള്ള ജുബട്ട ഒരു മുസ്ലിം ഇങ്ങനെ അപ്പത്തിരിക്കുന്നുണ്ട്. ഒരു അലാഖിന്റെ പെട്ടിയാളെ മുമ്പിലുണ്ട്. അങ്ങനെ വേറെ കുറെ പൈജാമ്യം കുറിച്ചുള്ള ആൾക്കാർ ഒരു ഭാഗത്തുണ്ട്, അല്ലാത്തൊരു മറ്റുഭാഗത്തും മദ്രസിന്റെ ഉള്ളിൽ പരിപാടി. പെണ്ണുങ്ങളൊന്നുമില്ല. ഞാൻ കയറി ചെന്നപ്പോൾ എണീറ്റ് എല്ലാവരും എണീറ്റ് കയ്യെന്ന് കൂട്ടത് ഈ വയസ്സേ മുഴുവൻ കയ്യെന്ന്. അത് സ്വാഭാവികമാണല്ലോ. ഞാനങ്ങനെ ചെന്ന് തുടങ്ങല്ലേ എന്ന് വെച്ചാൽ അഡ്വക്കറ്റിനോട്. ആയിക്കോട്ടെ ഞാൻ തുടങ്ങാം. അപ്പൊ 5 മിനിറ്റ് വിഷയാവതരണം കേട്ടോ, പിന്നെ ബാക്കി നമ്മൾ 5 മിനിറ്റ് ഇതെന്താ മത്സര പരിപാടി വെച്ച്. ഞാൻ എൻ്റെ സ്വസിദ്ധമായ തമാശ ചോദിച്ചതാ, ഇതെന്താ മത്സര പരിപാടിയാ? 3 മണിക്കൂർ പറഞ്ഞാൽ തന്നെ എവിടെ എത്താത്ത വിഷയമാണ്. പിന്നെ 5 മിനിറ്റ്. അപ്പൊ നമ്മുടെ തീരുമാനം അങ്ങനെയാണല്ലോ. നമ്മൾ ഏത് തീരുമാനം? വ്യവസ്ഥ അങ്ങനെയാണ്. അപ്പൊ വരെ മുതുകു നോക്കുമ്പോ സംഗതി ഒരു വ്യവസ്ഥ ഒക്കെ ഉണ്ടാക്കല്. ഇനി വാദപ്രതിവാദത്തിന് അപ്പി ചെല്ലാൻ പറഞ്ഞു. നല്ല കഥയിൽ പോയി. ഞാൻ പറഞ്ഞു ഞാൻ വാദപ്രതിവാദത്തിന് നിൽക്കൂല. കാരണോ, 1 ഞാൻ അതിന് ഒരുങ്ങി വന്നിട്ടില്ല. 2 ഞാൻ ഉത്തരവാദപ്പെട്ട ഒരു സംഘടനയുടെ ഒരു പ്രവർത്തകനാണ്. അപ്പൊ അതിന് നേതാക്കളോട് എനിക്ക് അന്വേഷിക്കാതെ ഞാൻ അങ്ങനത്തൊന്നും ചെയ്യൂല. 3 ഉസ്താദുമാരെ ഗുരുത്തും വരുത്തൊക്കെ ഞങ്ങളുടെ അടുത്തുള്ളത്, അവരെ സമ്മതം കിട്ടാതെ ഞാൻ ചെയ്യൂല. അപ്പൊ ഇയാൾക്ക് ഇൻട്രസ്റ്റ് ആയി. ഞങ്ങൾ കോഴിക്കോട്ട് നിന്ന് ഉസ്താദിനെ കൊണ്ടുവന്നിട്ട് നിങ്ങളെ ആളുകൾക്ക് ഹക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഇവരിങ്ങോട്ട് പൊങ്ങി. അപ്പൊ ഇവര് വന്നിട്ട് പറഞ്ഞു സക്കാഫി സമ്മതിക്കാൻ വിഷളാവുന്നു, മഹല് നഷ്ടപ്പെടില്ലെങ്കിൽ അവർക്ക് മഹല് തോന്നാണ്. നിങ്ങൾ ആരോട് വെച്ചിട്ട് ഉറപ്പിച്ചു എന്ന് വെച്ചാൽ ഇപ്പൊ പേക്കപ്പള്ളി പറഞ്ഞു അതൊന്നും ഇപ്പൊ ചോദിക്കയിൽ ഇവരത്ത് വിട്ടിത്തം പറ്റിയതാണ് സംഭവം. അപ്പൊ സമ്പാദനത്തിൽ നിൽക്കാൻ ഞാൻ സംഗതി കുഴങ്ങുന്നതാണ്. സുബ്ഹാനല്ലാഹ്, നോക്ക് നിങ്ങള് ആകെ ബേജാറിലാണ്. കാരണം ജനങ്ങളെ ഈമാൻ കൊണ്ടാണ് ഇക്കളി. ഒരു മഹല് പോണത് മാത്രല്ല, ചപ്പ് എനിക്ക് തോന്നിയിരിക്കുമ്പോൾ ഞാൻ ചെയ്തു. ബഹുമാനപ്പെട്ട അണ്ടോണ ഉസ്താദിന്റെയും CM വലിയുള്ളതിന്റെ ഒരു ഫാത്തിഹ ഞാൻ അവിടെ ഓതിയപ്പോ എന്തോ എനിക്കൊരു തോന്നൽ ഞാനാണ് കയറി നിന്നു. പിന്നെ ഇയാളോട് സമ്മതം ചോദിച്ചും വിളിക്കാൻ നിന്നില്ല. കയറി നിന്ന് 20 മിനിറ്റ് ഞാനങ്ങ് വിഷയവതരിപ്പിച്ചു. 5 മിനിറ്റ് നാൾ പറഞ്ഞ ആളൊന്നും ആരും മുണ്ടിയതുമില്ല. ആ വിഷയാവതരണം ഇതാണ് വിഷയം. അവിടെ തർക്കം വന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ. അതായത് അങ്ങനെയല്ല തസൂഫാണ്, അത് ആന്തരിക വശമാണ്. ഇസ്തിഗ്റാഖ് എന്ന് പറഞ്ഞാൽ അതാണ് ഇതാണ്. തസൂറാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഇയാള് അത് ആധ്യാത്മികത വശത്തിന്റെ വിശദീകരണം എന്നൊക്കെ പാടെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇടങ്ങേറാകൊന്നും വേണ്ട, അതിന്റെ ഒരു മലയാള പുസ്തകം എന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ നേരെ മലയാള ബുക്കുകൾ എടുത്തു. തബ്ലീഗുകാർ ഇറക്കിയതാണ്. ഇതിന്റെ പേര് അപവാദങ്ങൾക്ക് മറുപടി എന്നാണ്. സുന്നികൾ ഇവർക്കെതിരെ പറയുന്ന അപവാദങ്ങൾക്ക് അക്കമിട്ടുകൊണ്ട് മറുപടി പറയുന്ന ഗ്രന്ഥമാണ് ഇത്. ഞാൻ അങ്ങോട്ട് എടുത്തപ്പോഴേക്ക് ഇയാൾ എണീറ്റ് അത് ഞാൻ എഴുതിയതാ, ഞാനാണ് വായിക്കേണ്ടത്. അപ്പോഴാണ് ഈ കോത്താമ്പി ചെറുപ്പിയാണ് എന്ന് എനിക്ക് മനസ്സിലാകും. സത്യം അതെനിക്കതറിയില്ല. ഇയാളാണ് ആള് എന്ന് വല്ലാഹി അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. സുന്നത്തമായത്തിന്റെ കറാമത്ത് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ രട്ടല്ലോ എന്നായിക്കോട്ടെ നിങ്ങൾ വായിച്ചോളിയാണ്. ഇയാളിങ്ങനെ വായിച്ചു വന്ന് എന്താന്ന് നോക്കി ഗോളിങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞപ്പോ അർത്ഥം ഞാൻ വേണമെങ്കിൽ ഉറുദു ആദ്യം ഞാൻ വായിച്ചു തരാം. ഇത് ബാക്കിയും നാളെ ഞാൻ തെങ്ങുന്തോട്ടം തന്നെ ഇവിടെ വന്നാലേ അങ്ങനെ. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി ഈ തെങ്ങുന്തോട്ടം എന്ന് പറഞ്ഞാൽ തരാനുള്ള തെങ്ങുന്തോട്ടം അല്ല. മുമ്പ് ഇങ്ങനെ ശുണ്ടിയുള്ളൊരു പുതിയാപ്പളുടെ പെണ്ണുങ്ങൾ പറക് കയറിയപ്പം കോടാലി കയറ്റി കീണുക.
കേറ്റിക്കണപ്പോ ഉറപ്പാ പുതിയാപ്പിള അങ്ങാടി നിന്ന് എത്തുമ്പോഴേക്ക് ഈ കോടാലി വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ തലാക്ക് 300 300 പോകും. അങ്ങനല്ല നല്ല ചില പുതിയാപ്പിളാർ എന്ത് ചോദിച്ചാലും ആ ജാതി വർത്തമാനം പറയണ ചില പുതിയാപ്പിളാര്. അപ്പോ ഈ തള്ള ബേജാറ് കൊണ്ട് പറഞ്ഞു, പഠിച്ചോനെ എന്റെ പുതിയാപ്പിള വരുമ്പോൾ തന്നെ ആ കേറ്റിക്കോയ കോടാലി ഇങ്ങോട്ട് കിട്ടിയാൽ അതേ തൂക്കത്തിൽ സ്വർണത്തിന്റെ കോടാലി ഞാൻ മമ്പറത്തേക്കാണ് കൊടുത്തോളാം. അത് കേട്ട മരുവളും ദത്തമങ്ങൾ തീർച്ചയാക്കി ഈ കോടാലിന്റെ കനത്തിലെ സ്വർണത്തിന്റെ കോടാലിയോ ദൈവം ഞങ്ങൾ കൊടുക്കാന്ന് ചോദിച്ചു. അപ്പൊ തള്ള പറഞ്ഞു, മളെ ഈ നീർച്ച എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള നീർച്ചയല്ല, പോയ മൊഗ്ഗട് കിട്ടാനുള്ള നീർച്ചയാണ് കാരണം. ഏത് ഈ കേറ്റിക്കോ അതിന് കിട്ടണം, അതിനാണ് കാരണം എന്ന് പറഞ്ഞ മാതിരി ഈ 2 ഏക്കർ തെങ്ങും തോട്ടം എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള അല്ല നിനക്കറിയാം. എന്നാലും ഞാൻ പറയണത് തെബിലീഗുകാരാണ് ഒരു അങ്ങനത്തെ ഒന്നും പോകാത്തവരാണ്, സാധുക്കളാണൊക്കെ ചില ആൾക്കാർ മനസ്സിലാക്കിയത്. പക്ഷേ കൂടെ കടക്കുമ്പോഴേ രാപ്പിനും തിരിയുള്ളൂ. അത് ഓരോരുത്തരും അങ്ങനെ ഗ്രിപ്പ് കിട്ടുന്നവരെ സാധുക്കളാവും. കുറച്ചിന് കഴിഞ്ഞാൽ പിന്നെ സ്വഭാവങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഇതിന്റെ 148-ാമത്തെ പേജ് ആദ്യം ഞാൻ വായിച്ചു തരാം. എന്നിട്ട് ഉറുദു അറിയുന്ന ആൾക്കാർ ശരിക്കൊന്ന് കേട്ടോളൂ. എന്നിട്ട് ഏതാ തസൂഫിന്റെ വശം ഏത് വശാവട്ടെ കേട്ടോളൂ. അപ്പിനി ബീബിക്ക് മുജാമക്ക് ഖയാൽ ബിത്ര ഹേ, അതിന്റെ അർത്ഥം തീർക്കാൻ ഞാൻ വെക്കണില്ല, ബാക്കി നോക്കുക. और शेख या इसी जैसे और बुजुर्गों की तरफ ख्वाब जनाब रिसालत माबगी हो, ഏതെങ്കിലും മഹാന്മാരുടെ ഭാഗത്തേക്ക് ശൈഖന്മാരുടെ ഭാഗത്തേക്ക് അത് മുത്തുനബി തങ്ങൾ തന്നെയാണെങ്കിലും ശരി, അപ്പനി ഹിമ്മത്ത് കോലകദേന അവനവന്റെ മാനസികമായ അവസ്ഥയെ കണക്ഷൻ കൊടുക്കൽ അപ്പനെ ബേൽ ഒരു ഗദ്ദേക്ക് സൂറത്ത് മേ അവനവന്റെ കാള കഴുത തുടങ്ങിയ ജീവികളുടെ രൂപത്തിൽ മുസ്താരി കോനാസേ ബുരാഹേ അതിൽ അകപ്പെടുന്നതിനേക്കാളും ചീത്തയാകുന്നു. കാള കഴുത എന്നവയെ ചിന്തിക്കുന്നതിനേക്കാൾ മോശമാണ് മുത്തുനബി അടക്കം മഹാന്മാർ ചിന്തിക്കൽ. ആലോചിക്കോ നിങ്ങൾ. ഇത് പറയുമ്പോ തൽക്കാലം കഴിച്ചില്ല, ആദ്യ ഗ്രന്ഥമല്ല എന്ന് പറഞ്ഞു, പിന്നെ അങ്ങനെയല്ല പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ഈ അഭിമുഖത്തിൽ ഇയാളോട് ഇയാൾ പറഞ്ഞ എന്താ അറിയോ, അതിൽ അത്തയ്യാത്ത് എന്ന് പദം തന്നെ അല്ല. അത്തയ്യാത്ത് എന്ന് പദം തന്നെ അല്ലല്ലോ, പിന്നെ എങ്ങനെയാണത്? അയാൾ പറയുന്നുണ്ട്, അമീദ പൈസ അമ്പലക്കടവ് എന്റെ അടുത്ത് വന്നു. അയാൾ അളിയൻ കോഴിക്കോട് നടക്കാവരെ ഖത്തീബാണ്. അയാൾ മുഖേന എൻ്റെ അടുത്ത് എത്തിയത്. അങ്ങനെ ഈ വിഷയം പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അല്ല അത്തയ്യാത്ത് തന്നെ അതിലില്ലല്ലോ, പിന്നെ എങ്ങനെയാണ്? എന്നിട്ട് അതൊന്ന് കേൾക്കുക. എന്നിട്ട് അത്തയ്യാത്ത് ഉണ്ടോ ഇല്ലെന്ന് ഞാൻ മലയാളം വായിച്ചിരുകയും ചെയ്യാം. ആ ചെറുപ്പന്റെ വിശദീകരണം അത് കേട്ടോ. ഇവിടെ വരാണ്ട് അബ്ദുൽ ഹമീദ് ഫൈസി വന്നിരുന്നു, ഉഗ്രാപരം പറഞ്ഞു. അദ്ദേഹം ഈ കാര്യത്തെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ഞാൻ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങളെയും കൊണ്ട് എല്ലാ ഉസ്താദന്മാരുടെ പോലാണ് എൻ്റെ പണി, ഞങ്ങളെ പണി എന്ന് പറഞ്ഞിട്ട് അവർ ഇവിടുന്ന് പോയി. പിന്നെ കേട്ടു വെട്ടുവാറക്കൽ വെച്ചിട്ട് എൻ്റെ പുസ്തകം പൊക്കി പിടിച്ചിട്ട് എന്നെ പരിചയപ്പെടുത്തി പ്രസംഗിക്കുന്നുണ്ട്. അവൻ അദ്ദേഹത്തിന്റെ അളിയൻ പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നത്. പല പ്രാവശ്യം പറഞ്ഞു ഈ അത്തഹിയാത്തിന്റെ പ്രശ്നം കാണിക്കാൻ വേണ്ടി ബഷീർ ഫൈസി നടക്കാവലെ ഖത്തീബാണ്, അദ്ദേഹത്തിന്റെ അളിയനാണ്, എൻ്റെ മുമ്പിൽ എടുത്തു വെച്ചു. അപ്പോൾ ഞാനത് അർത്ഥം വെച്ചപ്പോൾ അത് തെറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിൽ അത്തയ്യ പതല്ല, അസമ ഒരു വാചകമല്ല, തീരെ ഇല്ലാത്ത ഞങ്ങൾ പറയാം, ഉണ്ടെങ്കിൽ അർത്ഥം വെച്ച് തെറ്റുപോയെന്ന് വിചാരിക്കായിരുന്നു. അവന്റെ വിശ്വാസം 73 സംഘാന്ന് മാത്രമല്ലല്ലോ പറഞ്ഞത്, ദജ്ജാലുവിനെ കദാബുന എന്ന് പറഞ്ഞില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് വല്ലാത്തൊരു പ്രഹരമായി. അപ്പൊ ആൾ എന്റെ നമ്പർ എടുത്തിട്ട് അളിയനെ വിളിച്ചു, അബ്ദുൽ ഹമീദ് ഫൈസിക്ക് ഞങ്ങൾ കാണണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അവർ രണ്ടുപേരോട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് മാറ്റമായി. അത് പറഞ്ഞ് ഇനി നിങ്ങളും കൊണ്ട് എല്ലാ ഉസ്താദന്മാർക്കും പോലാണ് ഞങ്ങൾ പണിയെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയി. പിന്നെ വീട്ടുപാറയിൽ അത് കഴിഞ്ഞ ശേഷം ഒരിക്കലും ഞാൻ ബഷീർ ഫൈസിന്റെ അടുത്ത് വന്നപ്പോൾ മൂപ്പർ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഫോൺ എടുത്ത് വിളിച്ചു. അബുൽ ഖൈർ മലിന്റെ അടുത്ത് ഞാൻ കൊടുക്കാതെ പെട്ടെന്ന് എൻ്റെ കയ്യിൽ തന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ യാത്രയിലാണ്, ഉടനെ ഞാൻ അടുത്ത് വരും എന്ന് പറയും. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. 2-3 വിഷയപ്പോ അദ്ദേഹം പറഞ്ഞു. ഒന്ന് 72 വിഭാഗമായിട്ട് പിരിയുന്നുള്ള ഹദീസ് അദ്ദേഹം അംഗീകരിച്ചു. 2 ദജ്ജാലൂന കദ്ദാബൂന, പച്ചക്കളവ് പറയുന്നവരും വഞ്ചിക്കുന്നവരുമാണ് നരകത്തിലേക്കുള്ളതെന്ന് പറഞ്ഞു. അത് അമീദ് വൈസിക്ക് വലിയ പ്രഹരായി പോയി. നോക്കിക്കോളിങ്ങള്. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ്, അയാൾ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നു, ചർച്ച ചെയ്യാൻ പല ആൾക്കാരും വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു പുതിയ പാർട്ടിയല്ല, ഒരു പുതിയ സംഘടനയല്ല എന്ന് വെക്കുക, എന്നാൽ അയാൾ ഇങ്ങനെ മറുപടി വരേണ്ട ആവശ്യമുണ്ടോ? ഏതെങ്കിലും പാർട്ടിനെ പറ്റി ആരോ പറഞ്ഞോട്ട് നിങ്ങൾക്ക് എന്താ അത്ര ബേജാറ്? ഞങ്ങൾ പുതിയ പാർട്ടിയൊന്നുമല്ല, നിക്കത്തെ ജമാഅത്തുമാരിയാ എന്നെന്തിനാ മറുപടി പറയാൻ പോണത്? ഈ കിതാബ് ആർദ്വാകട്ടെ, നിങ്ങൾ നേതാക്കൾ അല്ലെങ്കിൽ എന്താ ഞങ്ങൾ മറുപടി വരണേ? സംഘടനയാണെങ്കിൽ രജിസ്ട്രേഷൻ വേണ്ടേ? അത് ഏത് കിതാബിലാണുള്ളത്? ഒരു പുതിയ പാർട്ടിയാകാൻ രജിസ്ട്രേഷൻ ചെയ്തെങ്കിലേ സംഘടനയാകുള്ളൂ, പുതിയ പാർട്ടിയാകുള്ളൂ. വിഡ്ഢിത്തം പറയരുത്, തനിച്ചനിഫാക്കാൻ. അതെ, നരകത്തിലേക്കുള്ള 72 കൂട്ടരെന്ന് പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇദ്ദേഹം ഹദീസ് അംഗീകരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞത്, അത്തയ്യാത്തിൽ അതിലുണ്ടോ?
എന്നിട്ട് അമീത പൈസക്ക് ഫോൺ വിളിച്ചപ്പം അമ്പലക്കടവ് പൈസ പറഞ്ഞു ഞാൻ യാത്രയിലാണ്, ഞാൻ പിന്നെ നിങ്ങളടുത്തേക്ക് വരാന്ന് പറഞ്ഞു. പിന്നെ അയാൾ വന്നില്ല. ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ സംഘടനാ പക്ഷപാതിത്വം ശരിക്കും തബ്ലീഗിന്റെ നേതാവിനുണ്ട്. അതല്ലേ പറഞ്ഞത്. ഇനി അത്തയ്യാത്ത് ഉണ്ടോ ഇല്ലേ നോക്കിക്കോ. അയാൾ വായിച്ച മലയാള ബുക്കാണ്. സംഭവം ഞാൻ വിശദീകരിക്കാം. ആ മലയാള പുസ്തകത്തിൽ കേട്ടോളൂ. അത്തഹിയ്യാത്തിൽ നബി തങ്ങളെ ഓർക്കുന്നതിനെ കുറിച്ച് ആരോപണം പറഞ്ഞപ്പോൾ മറുപടി പറഞ്ഞുകൊണ്ട് ഹഡിങ് തന്നെ 5 നമസ്കാരത്തിൽ നബിയെ ഓർക്കുന്നത്. കേട്ടോളൂ കേട്ടോ. മലയാളത്തിൽ സുന്നികൾക്ക് മറുപടി പറഞ്ഞ് തബ്ലീഗുകാരിറക്കിയ പുസ്തകം. ഹസ്രത്ത് മൗലാന ഇസ്മായിൽ ഷഹീദ് ദഹ്ലവിക്ക് സിറാത്തുൽ മുസ്തഖീം എന്നൊരു ഗ്രന്ഥം ഉണ്ട്. അതിലൊരു വാചകവും വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ബറേൽവികൾ പറയുന്നത് ശരി തന്നെയാണോ അല്ലേ എന്ന സംശയം വല്ലാതെ അലട്ടുന്നു. ഇനി എന്താ അതിൽ പറഞ്ഞത് കേട്ടോളൂ. സിറാത്തുൽ മുസ്തഖീമിലെ വാചകം ഇപ്രകാരമാണ്. ട്രാൻസ്ലേഷൻ ഞാൻ ചെയ്യല്ല, ചുറുപ്പ് കൊടുക്കാൻ. ആത്മീയ നേതാക്കളെയോ തത്തുല്യരായ മഹാത്മാക്കളെയോ ധ്യാനിക്കുന്നതിൽ സർവാത്മന മുഴുകുന്നത് ആ മഹാത്മാവ് നബി തിരുമേനിയാണെങ്കിലും തന്റെ പശുവിന്റെയും കഴുതയുടെയും ഓർമ്മയും മുഴുകുന്നതിലും വളരെ മോശമാണ്. കാരണം അവരുടെ ചിന്ത മനുഷ്യ മനസ്സിൽ വരുന്നത് പശു, കഴുത എന്നിവയ്ക്ക് വിപരീതമായി ഭക്തി ബഹുമാനത്തോടെയാണ്. എന്നിട്ട് ഇയാൾ വിശദീകരിക്കാൻ കുറിപ്പ്. നമസ്കാരത്തിൽ നബിയുടെ ഓർമ്മ വരുന്നത് പശുവിനെയും കഴുതയെയും ഓർക്കുന്നതിനേക്കാൾ മോശമാണെങ്കിൽ നമസ്കാരത്തിൽ അത്തയ്യാത്ത് ഓതേണ്ടതുണ്ടോ ഇല്ലേ? അത്തയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നുണ്ടല്ലോ. അവിടെ എന്തു ചെയ്യണം? അത്തയ്യാത്ത് ഓതുകയും അസ്സലാമു അലൈക നബി ഒഴിവാക്കുകയുമാണോ വേണ്ടത്? അല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യണം? അത്തയ്യാത്തിൽ ബഹുമാനപൂർവ്വമാണല്ലോ ഓർമ്മ വരിക. ആദ്യം നബിയെ മനസ്സിലാചാറാക്കുകയും തിരുമേനിയെ മനസ്സിൽ കൊണ്ടുവന്ന് അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുകയും ചെയ്യണമെന്ന് ഇഹ്യാ ഉലൂമുദ്ദീൻ ഭാഗം 1 പേജ് 107 ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തൊരു വൈരുദ്ധ്യമാണിത്! ഇയാൾ മറുപടി പറയാൻ കുറെ മൗലൂവും അതേപോലെ തന്നെ കുറെ സെയ്ദും കായും മഹ്മൂരും മുഫ്തി ഖബറും മന്ദിക്കും വത്സവയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ചെറുപ്പ മൗലവി സമാപിക്കുന്നത് കേട്ടോളൂ. അപ്പോൾ കേവലം അല്ലാഹുവിന് വേണ്ടിയും അവനോട് സാമീപ്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയും മാത്രമുള്ള നമസ്കാരം, അതേ സത്യവിശ്വാസിയുടെ മിറാജായ നമസ്കാരം ഈ സർഫുൽ ഇമ്മത്ത് കാരണം ശിർക്കായി രൂപാന്തരപ്പെട്ട് സത്യത്തിൽ നിന്നും ബഹുദൂരം അകന്നു പോകുന്നതിനും കാരണമായി തീരും. എന്നാൽ ഒരാൾക്ക് നമസ്കാരത്തിൽ തന്റെ വയലിൽ കുതിര, കഴുത, പശു മുതലായവ ഓർമ്മ വന്നെന്നോ അവയുടെ ചിന്തയിൽ അയാൾ മുഴുകിയെന്നോ സങ്കല്പിക്കുക. ഇവിടെ പ്രസ്തുത വസ്തുക്കളോടുള്ള ബന്ധം ഭക്തി ബഹുമാനപൂർവം അല്ലാത്തത് കൊണ്ട് നമസ്കാരം പ്രസ്തുത വസ്തുക്കൾക്ക് വേണ്ടിയായി തീരാൻ യാതൊരു സാധ്യതയും ഇല്ല. അപ്പൊ റസൂലുള്ളാഹിനെ മറ്റു ഓർത്ത ബഹുമാനം വരും, അത് ശിർക്കാവും. പശുവിനെ കാളഞ്ഞോർത്താലോ ഒരിക്കലും ശിർക്ക് വരൂല. ഇത്രയുമാണ് സിറാത്തുൽ മുസ്തഖീമിൽ പറഞ്ഞതിന്റെ സാരോ. 2 പോയിന്റ്. 1, സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥം നിങ്ങളുടേത് അല്ലെങ്കിൽ, ഇസ്മായിൽ ഷഹീദ് തബ്ലീഗിന്റെ നേതാവ് അല്ലെങ്കിൽ എന്തിന് നിങ്ങൾ ഇത് വിശദീകരിച്ചേറ്റെടുക്കണം? ആണെങ്കിൽ നിങ്ങൾക്ക് നേതൃത്വമില്ല, സംഘടന ഇല്ല എന്ന് പറഞ്ഞത് വെറുതെ അല്ലേ? രജിസ്ട്രേഷൻ വേണമെന്നില്ല. രജിസ്ട്രേഷൻ ഉണ്ടായെങ്കിലേ കൊടി ഉണ്ടായെങ്കിലേ സംഘടന ഉണ്ടാവും. അങ്ങനെ ഉണ്ടോ? അപ്പൊ മുജാഹിദീൻ കുമാരുടെ ഞങ്ങൾക്ക് കൊടിയില്ലല്ലോ. ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങള്? സുന്നിയക്ക് കൊടിയുണ്ട്, ജമാഅത്തേർക്കും കൊടിയുണ്ട്, മുജാഹിദീങ്ങൾക്ക് കൊടിയുണ്ടോ? അതിന്റെ കാരണം സൈനി തേരാനൊക്കെ വാർത്തലത്ത് പറഞ്ഞിരിക്കണ്, അതിലപ്പ പറയണില്ല. ആയിക്കോട്ടെ, ഏതായിരുന്നാലും മുജാഹിദീൻ കൊടിയില്ല. കൊടിയില്ലാത്തതുകൊണ്ട് പുതിയതല്ലാന്നാ? കള്ളത്തൊരീക്കത്തേർക്ക് കൊടിയുണ്ടോ? കേട്ടി നിങ്ങള്? സംശയത്തൊരീക്കത്തിന് കൊടിയുണ്ടോ? ആലുവത്തൊരീക്കത്തിന് കൊടിയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ കൊടി ഉണ്ടെങ്കിലേ പേച്ചതാവുള്ളൂ. അപ്പൊ രജിസ്റ്റർ വേണമെന്നില്ല, കൊടി വേണമെന്നില്ല, പ്രകടനം വേണമെന്നില്ല. സമ്മേളനം, അഖിലേന്ത്യാ സമ്മേളനം നടത്തിയോ നിങ്ങള്? കേരള സമ്മേളനം നടത്തിയോ? അതുകൊണ്ട് ആ ചർച്ച നിർത്തിക്കോ. സ്വാഭാവികമായും ഈ ഗ്രന്ഥത്തിന് ന്യായീകരിച്ചത് എന്തിനാ? ഈ ആശയമുള്ളത് കൊണ്ട് തന്നെ. അപ്പോ അത്തയ്യാത്തിൽ തന്നെ നിസ്കാരത്തിൽ ഓർക്കണ വിഷയമുള്ളൂ. അതിനെപ്പറ്റി അസ്സലാമു അലൈക്കും ഉള്ളൂ. അവിടെ പറഞ്ഞ് ന്യായീകരിച്ചിട്ട് പറഞ്ഞു ഭക്തി വരുന്നെന്ന് പേടിയാ. അതാ മുജാഹിദീനക്കുള്ള പേടി. മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മക്ബരി പോകുമ്പോഴത്തേന് അല്ലാഹ് ശിർക്ക് വന്നു. എന്തേ? ബഹുമാനത്തോടു കൂടെയാണ്. ഇത് ഇയാളിങ്ങോട്ട് വായിച്ചു. ഇയാളിങ്ങോട്ട് ഇത് വായിച്ചപ്പോ സ്വാഭാവികമായിട്ടും ഈ അഡ്വക്കറ്റ് ആദ്യമൊക്കെ എനിക്കെതിരെയാണ്. ആ നിലക്ക് അയാൾ ജനറൽ മുസ്ലിങ്ങളാകുമ്പോ അങ്ങനെയാണ് നമുക്ക് എതിരാളുണ്ടാവുക. പക്ഷെ ഇത് മലയാളത്തിൽ വായിച്ചപ്പോ അയാൾക്കും തിരിഞ്ഞു. ആലുവയിലെ പിന്നെ അവിടുത്തെ കോടതിയിലെ ആളാണ്. ഇയാള് പറഞ്ഞു, അല്ല മൗലവി, യെസ് ഓർ നോ, ഈ മുസ്ലിയാരിപ്പ പറഞ്ഞ രീതിയിലുണ്ടോ ഇല്ലേന്ന് വെച്ച് ഇയാളിങ്ങനെ എന്ന് കച്ചപ്പഴേ ചെറുപ്പയോട് ചോദിച്ചതാണ്. യെസ് ഓർ നോ, ഈ മുസ്ലിയാർ പറഞ്ഞ വാദപ്പ നിങ്ങളെ പുസ്തകത്തിൽ ഉണ്ടോ ഇല്ലേന്ന് വെച്ച്.
അപ്പൊ ഇയാള് പറഞ്ഞു ഇത് മൗലവി യെസ് ഓർ നോ, ഈ മുസ്ലിയാരിപ്പ പറഞ്ഞ രീതിയിൽ ഉണ്ടോ അല്ലേന്ന് ചോദിച്ചു. ഇയാളിങ്ങനെ എന്ന് കളിച്ചപ്പോഴേ ചെറുപ്പയോട് ചോദിച്ചതാണ് യെസ് ഓർ നോ, ഈ മുസ്ലിയാർ പറഞ്ഞ വാദപ്പ നിങ്ങളെ പുസ്തകത്തിൽ ഉണ്ടോ ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു ഇത് നിങ്ങൾക്ക് മനസ്സിലാകണില്ല, എന്നെ കൂടെ മനസ്സിലാക്കി തന്നെ കഴിയണില്ല. അതിലാണ് തീർച്ച സദസ്. അതിന് മേശമ കൊട്ടിട്ട് ഇയാള് പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടില്ല ചോദിച്ചു. അഡ്വക്കറ്റാണ് ഇറങ്ങി, ബേക്കൽ തബലീഗുകാരും ഇറങ്ങി. എന്നോട് ആ മഹല്ലത്തുകാർ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് വല്ലതും പറഞ്ഞിരിക്കുകയാണ്. 3/4 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചു, ആ പള്ളിയിൽ പോയി ഹദ്ദാദുഞ്ചിൽ ഇശ നിസ്കരിച്ചു, അങ്ങനെ പിന്നതാണ്. ഇപ്പോഴും അവിടെ കാളി ഒരു സഖാഫിയാണ്. ഇത് മാഷറിയിലല്ല, എറണാകുളത്ത് പറവൂര പോയിട്ട് അന്വേഷിച്ചോ. പക്ഷെ ഈ ശൈലി പലരും പറഞ്ഞപ്പോ വിശ്വസിക്കൂലേനും. യാക്ക് ചെറുപ്പബൽഹരമൊരു വലിയ പണ്ഡിതനാ, അയക്ക് മനസ്സിലാകൂലേ, മനസ്സിലാക്കി തരാൻ കഴിയണില്ലേ, അത് ഇയാൾ തീരും പറയണ്ട. ഈ വിഷയത്തില് ഇയാളോട് ചോദിച്ചപ്പോ ഇയാൾ പറയുന്നുണ്ട് ഇതൊക്കെ ഗഹനമായ ചില വിഷയങ്ങളാണ്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കഴിയില്ല. കേട്ടോളൂ. 6 എനിക്ക് പറയാനുണ്ട്. കാരണം ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൽ പോയി 2 വർഷം താമസിച്ചിട്ടുണ്ട്. മഹാന്മാരായ ഉസ്താദന്മാർ എന്നെ മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഗഹനമായ വിഷയങ്ങളായതുകൊണ്ട് എന്റെ ചെറിയ മനസ്സിന് താങ്ങാൻ കഴിയാത്തതുകൊണ്ട് അവർ പ്രത്യേകം അല്ലാഹുവിൽ നമസ്കരിച്ച് ദുആ ചെയ്ത് അങ്ങനെ മനസ്സിലായി തന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും എനിക്ക് പറഞ്ഞു തരാനും കഴിയില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാനും കഴിയില്ല. അത്ര ഗഹനമാണ് ഈ വിഷയം. അതുകൊണ്ട് ഇത് എനിക്ക് പറഞ്ഞുതരാനും കഴിയൂല, നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയൂല, അത്രയും ഗഹന. ഇങ്ങനുണ്ട് ഇസ്ലാം, ഇങ്ങനുണ്ടൊരു സംഘടന, പിന്നെ എന്താ സാധനോ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ടും ബാത്തിലാണ് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണം ഞാൻ നീട്ടിക്കൊണ്ടുപോവല്ല. ഇതേ ആശയം തന്നെയാണ് തഖിയത്തുൽ ഈമാൻ എന്ന മറ്റൊരു കിതാബിൽ പറഞ്ഞു. ഇനി ഞാൻ ഓരോന്ന് ഉദ്ധരിച്ച് ക്ലിപ്പിടുമ്പോഴൊക്കെ സമയം വൈകിപ്പോകും. അതിൽ അദ്ദേഹം പറഞ്ഞ ആശയം എന്താ? കുറെ മനുഷ്യന്മാര് ജിന്നുകളോട്, ഭൂതങ്ങളോട്, യക്ഷികളോട്, മഹാന്മാരോട്, അമ്പിയാക്കളോട്, ഔലിയാക്കളൊക്കെ സഹായം ചോദിക്കുന്നു. ആ സഹായം ചോദിക്കൽ തനിച്ച ശിർക്കാകുന്നു. ആ വിഷയത്തിൽ അമ്പിയാക്കളും ഔലിയാക്കളും ജിന്നും ശൈത്താനും യക്ഷിയും ഭൂതവും എല്ലാവരും തുല്യം തന്നെ. ആ കിതാബ് എടുത്തിട്ട് നമ്മൾ പ്രസംഗിച്ചു. സ്വാഭാവികമായും ആ കിതാബ് ഇറങ്ങിയപ്പോൾ അന്നത്തെ പണ്ഡിതന്മാർ പറഞ്ഞു ഇത് കുഫ്രിയത്താണ്, തനിച്ച കുഫ്രിയത്താണ്, ഇവർ ആളുകളെ കൊണ്ടുപോകുന്ന കുഫ്രിയത്തിലേക്കാണ്. ഇത് പറഞ്ഞു എന്നല്ല ബഹുമാനപ്പെട്ട അഹമ്മദ് ഗോയശാലിയത്തെ മർക്കദ മഹാനവറുകളെ ചാലിയത്തെ കുത്തുഖാനിലെ കിതാബായത്. ഈ കിതാബിൽ വ്യക്തമായിട്ട് ചട്ടപ്പുറത്ത് എഴുതി ഈ കിതാബ് കണ്ട് ആരും വഞ്ചിതരാകരുത്, അതിന്റെ ഉള്ളിലുള്ളത് തനിച്ച വഹാബിസം ആകുന്നു. അപ്പൊ നമ്മൾ ആലിമീങ്ങളും പറഞ്ഞു ഇത് പട്ടിൽ പൊതിഞ്ഞ പാഷാണമാണ്, ഉള്ളിൽ വഹാബിസം വെക്കും, എന്നിട്ട് പുറത്ത് നല്ല വേഷവും ധരിക്കും. മാലിമൂരിനൊക്കെ തുടക്കത്തിലങ്ങിയിരിക്കും, പിന്നെ അത് തള്ളിക്കളയും. അപ്പൊ പോന്നു ഞങ്ങൾ വഹാബികളുമായിട്ട് ഒരു ബന്ധമില്ലാന്നാ. എന്നാ കേൾക്കണം നിങ്ങൾക്ക്. സാക്ഷാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായ ഉണ്ടാക്കിയ ആളായ ഇബ്നു അബ്ദുൽ വഹാബ്, അയാളെ പറ്റി ലോക ചരിത്രം പറയുന്നത് വലിയ അക്രമം കാണിച്ച ആളാണ് എന്നാണ്. സൗദി അറേബ്യ രക്തപ്പുഴ ഒഴുക്കിയിട്ടുണ്ടെന്നാണ്. സൗദി അറേബ്യന്റെ ചരിത്രം തന്നെ പറയുന്ന താരിഖ് മലഖദി സൗദി അറേബ്യയിൽ 148 പേജ് പറയുന്നുണ്ട്. വലിയ വിപ്ലവം ഉണ്ടാക്കി, നൂറുകണക്കിന് മുസ്ലിങ്ങളെ കൊന്നു, മക്ബറ പൊളിച്ചു, നേർച്ചപ്പെട്ടുക കുത്തി പൊളിച്ചു എന്നാണ്. കഅബയടക്കം കൊള്ളയടിച്ചു. ഈ മൗദൂദ് മൗലവിയുടെ ഇന്ത്യൻ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ പ്രസ്ഥാന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ലോകം മുഴുവനും ഇബ്നു അബ്ദുൽ വഹാബിനെ പറ്റി മോശ അഭിപ്രായം പറഞ്ഞപ്പോ ഈ കിതാബിൽ ഒരു ചോദ്യം, ഇബ്നു അബ്ദുൽ വഹാബ് എങ്ങനെ, ഇനി ഇബാർത്ത് വായിക്കുള്ള സമയം നിങ്ങൾക്ക് വൈകിപ്പോകും. ആ ചോദ്യത്തിൽ ഇയാൾ പറഞ്ഞതെന്തറിയോ? ഇബ്നു അബ്ദുൽ വഹാബിനും അയാൾ പിൻപറ്റിയ ആളുകൾക്കും വഹാബികൾ എന്നാണ് ആളുകളൊക്കെ പറയുന്നത്. പക്ഷേ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കുറെ ആളുകൾ. അദ്ദേഹം നല്ല മനുഷ്യനാണ്, അയാളെ വിശ്വാസം വളരെ നല്ലതാണ്. മാത്രമല്ല അദ്ദേഹത്തെ പിന്തുടർന്നു കൊണ്ടുവന്ന ഇസ്മായിൽ ഷഹീദ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഖത്ഈ ജന്നത്തി ഹേ, സ്വർഗത്തിലാണ് എന്ന് ഉറപ്പാണ്. ആര്? അമ്പിയാക്കന്മാരെ, ഔലിയാക്കന്മാരെ, ജിന്ന്, ശൈത്താൻ, ഭൂതൻ, യക്ഷി തുടങ്ങിയവ വിളിക്കും പോലെ തന്നെയാണ് ഇസ്മായിൽ ദഹ്ലവി. കാള, കഴുത തുടങ്ങിയ ജീവികളെ ചിന്തിച്ചാലും നബിത്തങ്ങൾ ഓർക്കാൻ പോലും പാടില്ലെന്നാണ് ഇസ്മായിൽ ദഹ്ലവി. ഇയാൾ ഖത്ഈ ജന്നത്തി ഹേ, സ്വർഗത്തിലാണെന്ന കാര്യം ഉറപ്പാ. മുഖ്ലിസ് വലിയ, ഇഖ്ലാസ് ഉള്ള വലിയ. നോക്കിക്കോ നിങ്ങൾ, ഈ നിലക്ക് വഹാബിസത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു പോരാ. ഇബ്നു അബ്ദുൽ വഹാബിന്റെ എതിരിൽ വന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് നല്ലൊരു കിതാബ് രചിച്ചു. നിങ്ങൾ ഇത് വായിക്കണില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പ്രോപ്പഗണ്ട.
ഞാൻ ചോദിക്കട്ടെ, അബ്ദുൽ വഹാബുമായിട്ട് ബന്ധമില്ലെങ്കിൽ, പക്ഷെ മുജാഹിദ് ഇവർ തള്ളുണ്ട്, ഞാൻ വേറെ വായിക്കും. ഇപ്പൊ കല്ലൂർമൂന്ന് ഇറങ്ങി നോട്ടീസിന്റെ കൂടെ ഇൻഷാല്ലാ വായിക്കാം. ഇത് ഇവർ തുറന്ന വശയിൽ ആ ജമാഅത്തോർ അങ്ങനെ തന്നെയാണ്. ഇബ്നു അബ്ദുൽ വഹാബിനെ വല്ലാതെ പുകഴ്ത്തും, കാരണം അതിൽ വന്ന് പോന്നതാണ് സംഗതി ഒക്കെ. പക്ഷെ ഇപ്പൊ സ്വഭാവം വ്യത്യസ്തമാണ്. അത് ഒരു തട്ടിൽ പത്തിരി, അപ്പുറത്ത് ദോശ, ഇപ്പുറത്ത് ഒറോട്ടി, ഇപ്പുറത്ത് പുട്ട്. കണ്ടില്ലേ ഞങ്ങള്? അപ്പുറത്ത് ഓട്ടട, ഇപ്പുറത്ത് ഇഡ്ഡലി. പടച്ചു തമ്പുരാന് നോക്കുമ്പോ ഒക്കെ ഓരോന്നാണ്. ഇഡ്ഡലി വല്ലാതെ പുളിച്ചാടും അല്ലേ, പുട്ട് നെഞ്ഞു നീറിക്കാളും, പത്തിരി കുഴപ്പമൊന്നുമില്ല, ദോശ പതള്ളാണെങ്കിൽ പറ്റും. സംഗതി ഒക്കെ അറിയാം. എല്ലാം പോന്ന ഒരു അസുലമെന്ന. പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങളും, അത് കൊയലിട്ടിട്ടുണ്ട് ആവിയിൽ വന്നവനെ പുട്ടേനെ കുത്തുമ്പോൾ അത് പുട്ടായിട്ട് മാറും. നേരെ മറിച്ച് ടീപത്തിനെ കുത്തുമ്പോൾ അങ്ങനെ പരത്തിണ്ടാക്കിയിട്ട് ഉരുട്ടിട്ടാണ് പരത്തുമ്പോൾ പത്തിരിയായിട്ട് മാറും. തലേന്ന് തന്നെ ഒഴിവോലൊക്കെ ഒന്ന് വെച്ചുകൊണ്ട് ലേശം പുളി ഉണ്ടെങ്കിലും അത് ദോശയായിട്ട് ചെയ്യാനൊക്കെ അങ്ങനെ ആ കോലത്തിലുണ്ടാവും. പള്ളൊക്കെ കുറച്ച് പൊന്തിക്കാണ്ട് വക്കൊക്കെ കുറച്ച് ശോഷിച്ചു കൊണ്ടാകുമ്പോഴോ അത് വെള്ളപ്പായിട്ട് മാറും. സംഗതിയൊക്കെ ഒന്നാ അല്ലേ നിങ്ങൾ? ഓരോ ഇതേപോലെ മുജാഹിദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ പെടച്ച ഭീകരവാദ ആശയത്തിൽ നിന്ന് പോന്നതാണ് സത്യത്തിൽ തബ്ലീഗിസവും മറ്റുമൊക്കെ. അതിന്റെ തെളിവുകളാണ് ഈ പറഞ്ഞ ആശയങ്ങൾക്ക് പുറമെ വഹാബി, ഇന്ത്യയിലെ വഹാബി നേതാവിനുള്ള സ്വർഗത്തിലാണെന്ന് ഉറപ്പ് സർട്ടിഫിക്കറ്റ് കൊടുത്തതും ഈ പറഞ്ഞ കിതാബും. അപ്പൊ പറയും അത് കിതാബ് ഞങ്ങൾ അങ്ങനെ ഔദ്യോഗികമായിട്ട് എഴുതിയതൊന്നുമല്ല, ഞങ്ങൾ അങ്ങനെ ഇബ്നു അബ്ദുൽ വഹാബിനെ പറ്റിയിട്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കണില്ല. എന്നാ കണ്ടോളൂ, ചെറൂപ്പ് അബുൽ ഖൈർ മൗലവി ഇബ്നു അബ്ദുൽ വഹാബിനെ പറ്റിയിട്ട് പറയുന്നത് എന്താ? ജനങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അയാളെ പറ്റിയിട്ട്. നല്ല മനുഷ്യനാണ്. ഇതുവരെ ക്ലിപ്പില്ലാത്തതുകൊണ്ട് സാധാരണക്കാർക്ക് തിരിയില്ലേന്നു. ഹീ ഹൂ നിങ്ങളുടെ ഉറുദു പറഞ്ഞു പോവല്ലേ എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് ഹൂ ഹീ എന്നതാണ് കളിയേരും. ഇപ്പൊ അങ്ങനെയല്ല, മലയാളത്തിലാണ് പ്രസംഗം. ചിന്തിച്ചോളൂ, വേണമെങ്കിൽ ഭൗതിക നേട്ടത്തിനല്ല ആഖിറം നന്നാക്കാൻ. കേട്ടോളൂ ചെറൂപ്പ പറയുന്നത്. മുഹമ്മദ് അബ്ദുൽ വഹാബ് ഇതിനെക്കുറിച്ച് ലോകം ഒറ്റയടിക്ക് തെറ്റിദ്ധരിച്ച ഒരു കാലഘട്ടമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്നത്. ഇന്നും അവരുടെ ആൾക്കാരായ തുർക്കികൾ കണ്ടമാനം പുസ്തകങ്ങൾ അദ്ദേഹത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റുപറയുന്ന പണ്ഡിതന്മാർ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് കേട്ടു പഠിച്ചവരാണ് പിന്തലമുറയിലെ ആൾക്കാർ. അള്ളാഹുവിന്റെ ഫضل കൊണ്ട് 62 ഞാൻ മക്കത്തായിരുന്നു. എൻ്റെ വിദ്യാർത്ഥി ദശയിൽ ഞാനന്ന് അലിഫു വന്ന കാലത്ത് തന്നെ അള്ളാഹു എന്നെ അവിടെ എത്തിച്ചു. അപ്പോൾ ഉറുദുവിൽ ഉള്ള ഗ്രന്ഥങ്ങളും അറബിയുള്ള ഗ്രന്ഥങ്ങളും ഇദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം ഹംബലി മദ്ഹബുകാരാണെന്നും ശരിയായൊരു പഴയ സുന്നിയാണെന്നും എന്നാൽ ദീനിന് വേണ്ടി അങ്ങേറ്റം ത്യാഗം ചെയ്യുന്ന അള്ളാഹു കൊടുത്ത അംഗീകാരം പോലെ രാഷ്ട്രം സ്ഥാപിക്കാൻ സാധിച്ച ആളെന്നൊക്കെ പഠിച്ചിരുന്നു. പക്ഷെ അവിടുന്ന് പറയാൻ പറ്റില്ലായിരുന്നു. പറഞ്ഞാൽ ഞാനാകെ സമൂഹത്തിന് പുറത്താവുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഈ കഥ ഇവിടെ അറിയില്ല, ആർക്കും അറിയില്ല. എന്നാൽ റഷീദ് അഹമ്മദ് ഗംഗോഹിയും ഈ മുഹമ്മദ് അബ്ദുല്ലാഹിന്റെ ആൾക്കാരുമൊക്കെ ബ്രിട്ടീഷ് വിരുദ്ധരായിരുന്നു. ഇവിടെ ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ തന്നെ അള്ളാഹു തആല തൗഫീഖ് കൊടുത്തതാണ്. അപ്പോൾ ബ്രിട്ടീഷും തുർക്കിയും യോജിച്ചിട്ട് എടുത്ത കുപ്രചരണങ്ങളെ ലോകത്തിന് അറിയുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കാൻ ആദ്യമേ ശരിയാണെന്ന് വിചാരിച്ചു പോയി. പിന്നീട് അള്ളാഹു തആല അവർക്ക് കഴിവ് കൊടുത്ത് നമ്മൾ അവിടെ പോലെ അവർക്ക് തുടങ്ങിയപ്പോഴാണ് അവരുടെ ശരിയായ അഖീദകളെ പുറത്തേക്ക് വിടാൻ തുടങ്ങി നമുക്ക് അറിയാൻ സാധിച്ചത്. ഇപ്പൊ അറിഞ്ഞ് സ്ഥലം എടുത്തെന്ന് പറഞ്ഞാൽ ആ പറ്റിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് അദ്ദേഹം പറയാ അറിയാതെ ലോകം തെറ്റിദ്ധരിച്ചു പോയതാണ്. ഞാൻ അയാളെ പറ്റി പഠിച്ചു നോക്കുമ്പോൾ അയാൾ സുന്നിയാണ്, ഹംബലിയാണ്. അതിപ്പേ അത് തുടക്കത്തെ പറഞ്ഞ മറുപടി പോലെ തന്നെയാണ് ഇപ്പൊ. ജോർജ് ബുഷ് കാരണം സദ്ദാമുമാണ് ബുഷുമാണ് എങ്ങനെ ഇപ്പൊ കോലത്തിലൊക്കെ പോയാലും ഒരു യോജിപ്പ് വേണ്ടേ? സക്കാത്തിനോട് നിസ്കാരത്തെ പറ്റി ചോദിച്ച മാതിരി പറഞ്ഞില്ലേ, ഒക്കെ ഇതാ ഏർപ്പാട് നോക്കാണ് നിങ്ങൾ. അതെ നമ്മളെ ഉമ്മാർക്കൊണ്ട് വർത്താനം പുണ്ണാക്കൊണ്ട് മേക്കളിയാ ഇതാ സംഭവം. ഇബ്നു അബ്ദുൽ വഹാബിനെ പറ്റിയിട്ട് ചരിത്രം വ്യക്തമായി അവരാളുകളടക്കം പറയുന്നതൊക്കെ ചെയ്തതാണ്. അഭിമാനത്തോടെ പറയാണ്. ഈ പ്രസവിച്ച പെണ്ണിന് വരുത്തില്ലെങ്കിൽ എന്തിനാപ്പി കണ്ടെന്ന് ഒത്താച്ചിക്ക് ഇത്ര വേദന? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഓരോട് ബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് സംഘടനയില്ല, നിങ്ങൾക്ക് അങ്ങനെ അമീറും ഇല്ല, അത് നിക്കച്ച സലാം വീട്ടിയാൽ കഴിഞ്ഞു. ഈ നിക്കച്ച് സലാം വീട്ടി വന്ന് ഇത്ര ഇക്കോലത്തിലൊക്കെ പറയാൻ നടക്കണ്? ഞാൻ ചോദിക്കട്ടെ, ഇത് സംഘടനയാണ്. പക്ഷെ പറയുന്നുണ്ട്, നിങ്ങളിപ്പോ എലി എത്ര കരഞ്ഞിട്ടുന്ന പൂച്ചക്ക് കണ്ണീരിട്ടുണ്ട് വെച്ച് മാറി നിങ്ങളിപ്പോ മുജാഹിദിന്റെയും അതിന്റെ നേതാക്കന്മാരെയും എത്ര പുകഴ്ത്തി പറഞ്ഞിട്ട് എന്താ? നിങ്ങളെ പറ്റിയിട്ട് മുജാഹിദികൾ പറയണ എന്താ അറിയോ? താനിച്ച ഖുറാഫികളാണ് പെരുക. വേണ്ടാത്ത കുറെ കാര്യങ്ങള് നിങ്ങളടുത്തുണ്ട്. ഇത് കല്ലുണുമ്പെന്ന് ഇറക്കിയ നോട്ടീസാണ്. മുജാഹിദീങ്ങളും തന്നെ ഇപ്പൊ കുടുങ്ങിയിട്ട് ഇറക്കിയതാ, വേറെ വിഷയം. കാരണം തവസ്സുൽ ഇസ്തിയാസി മറ്റൊക്കെ ഇങ്ങനെ ഇല്ലാതെയാക്കാൻ, മൗലൂദൊക്കെ ഇല്ലാതെയാക്കാൻ തബ്ലീഗുകാരെ കൊണ്ട് പതുക്കെ കഴിഞ്ഞിരുന്നു. കാരണം മുജാഹിദീങ്ങൾ ഒരൊറ്റടിക്ക് വന്നിട്ട് അങ്ങോട്ട് ആവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എതിർക്കും. ഇവര് പതുക്കെ വന്ന് പിടിച്ച് പണ്ടൊരാള് കോടാലിക്കഞ്ഞി വെച്ച മാതിരി അങ്ങനെയാണ്. രാജാന്റെ പിഷ്കനാണ്, എന്ത് ചോദിച്ചാലും കൊടുക്കൂലേ, ആര് ചോദിച്ചാലും. ലാസ്റ്റ് ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, അല്ല എനിക്ക് കോടാലിക്കഞ്ഞി വെക്കാൻ കഴിയുന്ന അതൊക്കെ. അപ്പൊ ആചാര്യം വിചാരിച്ച് എന്നാ പിന്നെ ചെലവില്ലാതെ കാര്യം നടത്താലോ, കുടിക്കും വെള്ളങ്ങൾ തരൂലേ, ചാവും ഞാൻ ഉദാഹരണം. കോടാലി ഒന്ന് കഴുകിയ വേണം. ആ കേടൊന്നുമല്ല, വെള്ളത്തിട്ട് അങ്ങോട്ടേ തരുന്നതാണ്.
ആയിക്കോട്ടെ, കുടിക്കും കൊടുത്ത് വെള്ളം കൊടുത്ത് ഇനിയിപ്പോ തീയില്ലാഞ്ഞ ഏതായാലും പറ്റൂലല്ലോ. അപ്പൊ അയാൾ ബർക്കും കൊടുത്ത് തീയും കൊടുത്ത് ലേശം ഈ കോടാലി കഴുകണമല്ലോ, അതും കഴുകി കൊടുത്തു. കോടാലി ഇങ്ങോട്ട് തിളപ്പിച്ചപ്പോ പറഞ്ഞു പിന്നെ കുറച്ച് അരിയും കൂടി തരുമോ വെച്ചു, നല്ലൊരു മട്ടൻ കിട്ടുമെന്നാണ്. അപ്പൊ അറിയാതെ അയാൾ അരിയും കൊടുത്ത് അരിയൊക്കെ എടുത്ത് പറഞ്ഞു ലേശം വെണ്ണ കിട്ടിയാൽ വളരെ ബെറ്റർ ചെയ്തു പറഞ്ഞു. വെണ്ണയായി ഒക്കെ പാടെ കഴിഞ്ഞിട്ട് അവസാനം കോടാലി കെക്കിയിട്ട് എന്താണ് കൊണ്ടുപോയി കഞ്ഞി കുടിച്ചാടാൻ വെളുകാർ. നിങ്ങൾ ആദ്യം അരി വെച്ചപ്പോ കൊടുക്കാത്ത അരിയാര് കോടാലിക്കഞ്ഞിന്ന് കേട്ടപ്പം കോടാലിയോട് കഞ്ഞിയൊക്കെ എന്നാ അരിയില്ലാതെ കിട്ടുമല്ലോ വിചാരിച്ച് കാണും. എന്ന മാതിരി മുജാഹിദും ജമാഅത്തും പെട്ടെന്ന് വന്ന് എതിർത്താൽ ആളുകൾ കേൾക്കൂല. ഇത് നല്ല കുപ്പായിട്ട് നേരത്തെ മുന്തിരിയപ്പാപ്പനെ പറഞ്ഞ മാതിരി ഇവിടെ ഇങ്ങനെ നിൽക്കച്ചിട മൂല്യേരി പറഞ്ഞ ആൾക്കാർ പറഞ്ഞ കേൾക്കും. സ്വാഭാവികമായിട്ടും നിനക്ക് ഇവരെ മാറ്റി. പക്ഷെ ഇപ്പൊ മുജാഹിദിന്റെ കേന്ദ്രത്തിൽ തന്നെ ഇവര് തെബിലീഗാരുണ്ടായപ്പോ തൊപ്പിയും തലീകെട്ടും അത് മുജാഹിദിനും അലർജിയായി. ഇവരെ പോസ്റ്റർ ഒട്ടിക്കാൻ കിട്ടാതെയായി. ആ പിറക്കി നോട്ടീസ് അതാണ് കല്ലുടുമ്പെന്ന് കൺവീനർ QHLS കല്ലുടുമ്പ് ശാഖ അവർക്ക് നോട്ടീസാണ്. ഈ നോട്ടീസ് പറയണെന്താന്ന് ചോദിച്ചാൽ കുറെ ലൈഫായ ഹദീസുകളും അതുപോലെ ബലല്ലാത്ത തെളിവുകളായിട്ട് നടക്കുന്ന ഖുറാഫി ടീമാണ് ഈ തബ്ലീഗ്. തന്നെയുമല്ല ഇത് ഒറിജിനൽ തരീഖത്ത് പ്രസ്ഥാനാണ്. ഖാദിരിയ ത്വരീഖത്ത്, ചിശ്തിയ ത്വരീഖത്ത്, സൂറവർദിയ ത്വരീഖത്ത്, അങ്ങനത്തെ കുറെ ത്വരീഖത്ത് പ്രസ്ഥാനമാ തബ്ലീഗ്. സുബ്ഹാനല്ലാഹ് ബജ്ജായും ചെയ്ത് ആലോചിച്ചോക്കാ നിങ്ങൾ. ഈ ജാതി പ്രസ്ഥാനം ത്വരീഖത്ത് എന്ന് പേര് വെച്ചാലേ കോങ്കണ്ണ് കറുത്ത നാറും കൊന്തരം പല്ലും കൊച്ചരിക്കാരുടെ പെണ്ണിനെ സുന്ദരി എന്ന് പേരിട്ടാൻ കേട്ടാ പുതിയാപ്പളാരെ കിട്ടും. ഈ കണ്ട ഇബ്നു അബ്ദുൽ വഹാബിന് മക്കബറൊക്കെ തച്ച് തകർത്ത് നീർച്ചപ്പെട്ടി അടക്കം പൊത്തിപ്പൊളിച്ച് മാത്രമല്ല സാഹിത്യാസ തവസ് നന്നായി എതിർത്തു. ഇനി വായിക്കാൻ സമയമില്ല, ത്വരീഖത്ത് പറയണമെന്ന് വിചാരിച്ചു. ഇതെന്താ നിങ്ങള് ബഹുമാനപ്പെട്ട ഖാദിരി ത്വരീഖത്ത് എന്ന് പറഞ്ഞാല് മൊയ്തീൻ ശേഖനെ അംഗീകരിക്കണ്ടേ? ബാക്കി അവിടെ കട്ടെ. ചുരുങ്ങിയത് യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഇതെങ്കിലും വിളിക്കണ്ടേ? ഫത്താവ റഷീദിയ പറയുന്നുണ്ട് എന്തേ ഒരു റാത്തീബ് എന്ന രീതിയിൽ യാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ശൈഖൻ ലില്ലാഹ് എന്ന് വിളിച്ചാൽ തനിച്ച ശിർക്കാകുന്നു. ഇതെങ്ങനെ കൂട്ടെ തരീഖത്താകുക? അത് എത്ര കേൾക്കാ പടിഞ്ഞാറ് ചോദിച്ച മാതിരിയാകുക. എത്ര കിഴക്കാ പടിഞ്ഞാറ് അതുണ്ടാവും. പടിഞ്ഞാറ് പേരും കിഴക്ക് പറയല്ലേ. അപ്പൊ എന്നിട്ട് ആ തബ്ലീഗിനെ പറ്റി മുജാഹിദിന്റെ അഭിപ്രായം പറയുന്നത് ത്വരീഖത്ത് എന്നാണ്. പക്ഷേ നാം തുറന്നു പറയുന്നു ഒറിജിനൽ വഹാബിസത്തിന്റെ ആശയം. പക്ഷെ പെട്ടെന്ന് പുറത്തിയാടൂല, ക്രമേണേ പുറത്തിയാടുള്ളൂ മാത്രം. ആ പുറത്ത് ചാടിയതിന്റെ 1-2 ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കണ്ടോളൂ. ഇപ്പോ തലശ്ശേരി പള്ളിയിൽ ഖത്തീബുണ്ട്. ഇന്നലെ ഞാൻ ആ ക്ലിപ്പ് എറണാകുളം പിന്നെ എവിടെയായിരുന്നു പന്താവൂര് അല്ല പെരുമ്പാവൂര് എന്ന സ്ഥലത്ത് ഞാൻ ക്ലിപ്പിട്ട് കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഈ നാട്ടുകാരന അവസ്ഥ മൗലവി അതിന്റെ ഫുൾ പ്രസംഗം തരുമോന്ന് ചോദിച്ചു. ഓ തരാലോ. അപ്പൊ വേറെ കുറെ ഡീറ്റെയിൽസ് കൂടെ അവരെ പറ്റി തന്നു. അവര് വ്യക്തിപരമായത് കൊണ്ട് ഞാൻ പറയണില്ല. ഏതായിരുന്നാലും തലശ്ശേരി പള്ളിയിലെ ഖത്തീബാണ് തബ്ലീഗിന്റെ നേതാവ് കൗസരി. ആ കൗസരി പറഞ്ഞത് കേട്ടോളൂ നിങ്ങള്. മരിച്ചിടത്തുള്ള ദിക്റിനെ കുറിച്ചും ഖുർആനോത്തിനെ കുറിച്ചും അങ്ങനെ തുടങ്ങിയിട്ട് സുന്നിസത്തിന്റെ എല്ലാ ആചാരങ്ങളെയും വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗം ഒന്ന് കേട്ടോളൂ. മാത്രമല്ല മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ ഹദീസിൽ വരുന്നുണ്ട് നിങ്ങൾ ജനാസയെ പിന്തുടരരുത് ബിസൗത്തിൻ വലാ ബിനാരിൻ. ശബ്ദം കൊണ്ടോ തീ കൊണ്ടോ ജനാസയെ തുടരരുത്, പിന്തുടരരുത്. ജനാസ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യരുത്? ശബ്ദം കൊണ്ടോ തീ കൊണ്ടോ നിങ്ങൾ ജനാസയെ പിന്തുടരരുത്. ഇതിൽ നിന്നെന്താ മനസ്സിലായത്? തീ. പണ്ട് കാലഘട്ടങ്ങളിൽ മയ്യത്തിനെ കൊണ്ടുമ്പോൾ തീ ചൂട്ടും പിടിച്ചിട്ട് പകലാണെങ്കിൽ പോലും തീയുമായിട്ട് എന്ത് ചെയ്യുക? പോകുക. അത് പാടില്ല. മയ്യത്തിനെ കൊണ്ടുമ്പോൾ ശബ്ദമുണ്ടാക്കിയിട്ട് പോവുക. അത് ഏത് കാര്യങ്ങളാണെങ്കിൽ പോലും. നമ്മുടെ നാട്ടിൽ ഇപ്പോ പിന്നെ ദിക്ർ ചൊല്ലിയിട്ടാണ് പോവുക. ഏറ്റവും നല്ലത് മൗനമായിട്ട് പോകലാണ്. ഏറ്റവും നല്ലത് മൗനമായിട്ട് പോകലാണ്. ഈ കാലഘട്ടത്തിൽ ചില ഫുഖഹാക്കൾ പറഞ്ഞു ഭൗതികമായ സംസാരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഈ കലിമ എന്ത് ചെയ്യാം? ഉറക്കെ പറയാം. അത് അവരുടെ അഭിപ്രായമാണ്. പക്ഷേ സഹാബാക്കളുടെ ഗുണങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അവർ വെറുത്തിരുന്നു. സഹാബാക്കളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞപ്പോ യക്റഹൂന അവർ വെറുത്തിരുന്നു. എന്തിന്? റഫസൗത്ത് ഇൻദൽ ജനാസ, ജനാസയുടെ അടുക്കൽ മയ്യത്തിന്റെ അടുക്കൽ ശബ്ദം ഉയർത്തുന്നതിനെ അവർ വെറുത്തിരുന്നു. മാത്രമല്ല അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു 3 സ്ഥലങ്ങളിൽ ശബ്ദം ഉയർത്തുന്ന അള്ളാഹു ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒന്ന് ഇൻദൽ ജനാസ, അത് മയ്യത്തിന്റെ അടുക്കലാണ്. അപ്പൊ ജനാസ കൊണ്ടുപോകുമ്പോ വളരെ മൗനമായിട്ട് മയ്യത്തിന്റെ മരണത്തെ ഓർമ്മിച്ചുകൊണ്ട് ഖബറിനെ ഓർമ്മിച്ചുകൊണ്ട് പരലോക ചിന്തയിലായിട്ട് ആ മയ്യത്തിനെ അനുഗമിക്കലാണ് ഏറ്റവും നല്ലത്. അതാണ് സുന്നത്ത്. വിത്തങ്ങൾ പഠിപ്പിച്ച ഹദീസ്
ബഹുമാനപ്പെട്ട അനസിനെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഇമാം സൂയിത്ത് റളിയല്ലാഹു തആല അൻഹു തന്റെ ജാമിഉ സ്വഹീഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അക്സിറൂ ഫിൽ ജനാസതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ജനാസയിൽ വർദ്ധിപ്പിക്കണം. ജനാസ എന്ന് പറഞ്ഞാൽ തന്നെ മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെച്ച ശേഷമാണ്. ആ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ ദിക്ർ നിങ്ങൾ ചൊല്ലണം എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ കൽപ്പിക്കുന്നു. ഇനി ഇമാം നബവി ഉദ്ധരിക്കുന്ന അദ്കാറിലും കാണാം, നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ചൊല്ലണം ദിക്ർ. എന്നിട്ട് ഇവിടെ അമിതമായി ലഹത്ത്, അമിതമായ ശബ്ദം ഉയർത്തരുത്. ആ ഹദീസ് എടുത്തു വെച്ചിട്ട് പറഞ്ഞു ദിക്ർ ചൊല്ലണ്ട. അത് ഫുഖാക്കൾ ഉണ്ടാക്കിയതാണ്, നബി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഫസ്റ്റ് സ്റ്റെപ്പിലെ പറച്ചിലാണ്. ഇനി കേട്ടോളൂ. എന്നാൽ ആ പഠിപ്പിച്ച അതേ മൗലവി തന്നെ മഹാഫുഖാക്കൾ ഉണ്ടാക്കിയതായത് കൊണ്ട് അംഗീകരിക്കേണ്ടതില്ല, നബി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്നർത്ഥത്തിൽ പറഞ്ഞ അതേ മൗലവി തന്നെ പറയുന്നു, മരിച്ചെടുത്ത് ഓത്തിനെ പറ്റി പറഞ്ഞപ്പം ഷാഫി ഇമാമിന്റെ അഭിപ്രായം ഓതിയാ കിട്ടൂലാനാണ്. എവിടെയാണ് നന്മ മുടക്കാൻ കഴിയുന്നതെങ്കിൽ അത് ചെയ്യാൻ. കേട്ടോളൂ. 2 കാണാൻ കഴിയില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അതുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഓതിയാൽ പോലും മയ്യത്തിന് അതിന്റെ പ്രതിഫലം കിട്ടുകയില്ല. ആരാ പറഞ്ഞേ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി. ഇവിടെയുള്ള ഒട്ടുമിക്ക ആളുകളും ഏത് മദ്ഹബിന്റെ ആളുകളാണ്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിന്റെ ആളുകളാണ്. കണ്ണടച്ചോ? അപ്പൊ ഷാഫി മദ്ഹബിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഷാഫി ഇമാമിന്റെ അഭിപ്രായം മരിച്ചാൽ ഓതിയാ കിട്ടൂല എന്നാണ്. നേരത്തെ പറഞ്ഞപ്പോ ഫുഖാക്കൾ പറഞ്ഞു ഹദീസിലുള്ളത് ഇങ്ങനെയാണ്. എന്നാ കേട്ടോളൂ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയാണ്. മഹാനവറുകൾ പറയുന്നു, കാല സമീഅത്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, യഖൂലു പറയുന്നത്, ഇദാ മാത അഹദുക്കും, നിങ്ങൾ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഫലാ തഹബിസുഹു, നിങ്ങൾ അദ്ദേഹത്തെ തടഞ്ഞു വെക്കരുത്, അധികം കാത്തു നിൽക്കരുത്. വസ്റൂബിഹി ഇലാ ഖബരിഹി, നിങ്ങൾ പെട്ടെന്ന് ഖബറിലേക്ക് കൊണ്ടുപോകണം. വൽ യഖറഉ ഇൻദ റൗസിഹി ഫാത്തിഹത്തുൽ ബഖറ, അൽ ബഖറിന്റെ തുടക്കം നിങ്ങൾ അവിടെ വെച്ചിട്ട് ഓതണം. വ ഇൻദ റിജലിഹി ഫാത്തിഹത്തുൽ ബഖറ, ആദ്യ ഫാത്തിഹ സൂറത്ത് ഓതണം. ഫാത്തിഹ അൽ ബഖറയുടെ തുടക്കവും നിങ്ങൾ ഓതണം. ഇമാം ബയ്യക്ക് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പഠിപ്പിച്ചതാ മറ്റേ ഹദീസിൽ കാണാം, നിങ്ങൾ മയ്യിത്തിനടുത്ത് ഹാജരായി കഴിഞ്ഞാൽ ഇദാ ഹദറത്തുൽ മയ്യിത വൽ മരീദ ഫഖൂലു ഖൈറാ, നല്ല ഖൈറായ കാര്യങ്ങൾ നിങ്ങൾ പറയണം. റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചില്ലേ, നിങ്ങൾ മരിച്ചെടുത്ത് ഹാജരായാൽ ഇഖറൂ മൗതാകും സൂറത്ത് യാസീൻ, നിങ്ങൾ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി യാസീൻ സൂറത്ത് ഓതണമെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു പഠിപ്പിച്ചതിന്റെ അർത്ഥം എന്താ? മയ്യത്തിന് അടുത്ത് വെച്ചോതിയാൽ കിട്ടില്ല എന്നല്ല, ദൂരത്ത് വെച്ചോതുകയും എന്നിട്ട് മയ്യത്തിനോട് ഹദിയ ചെയ്യുകയും ചെയ്യാതിരുന്നാൽ കിട്ടുകയില്ല എന്നാണ്. കബറമ്പുറത്ത് വെച്ചാലോ മയ്യത്തിനടുത്ത് വെച്ചോതിയാലോ കൂലി കിട്ടുമെന്ന കാര്യം തീർച്ച തന്നെ. അതുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി വഫാത്തായപ്പോൾ 100 കണക്കിന് ഖത്മുകൾ ഓതിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. പുത്തനാശയേക്കാനായി ഇബ്നു തൈമിയ്യ മരിച്ചപ്പോഴും കൂടി ഓതിയിരുന്നു ഖുർആൻ. മരിച്ചു കൊടുത്ത് അല്ലേ? നോക്കിക്കോ നിങ്ങൾ. പോരാ, സാക്ഷാൽ പുത്തനാശയേക്കാൾ നേടാ ഇബ്നു ഖയ്യിം ജൗസി അർറുഖ് എന്ന കിതാബാ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ആ കിതാബിൽ പറഞ്ഞു, കാനത്തുൽ അൻസാറു ഇദാ മാത ലഹുൽ മയ്യിതു യഖറൂ യഖ്തരിഫു ഇലാ ഖബരിഹി യഖറൂനൽ ഖുർആൻ, ഖബറിലേക്ക് പോയി ഊഴം വെച്ചിട്ടവർ ഖുർആൻ ഓതിയിരുന്നു. അപ്പൊ മരിച്ചോടത്ത് ഖുർആൻ ഓതണം, കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലണം, എടുക്കുമ്പോ ദുആ ചെയ്യണം. ആ ദുആക്കൊക്കെ ആമീൻ പറയാൻ മലക്കുകളുണ്ട് എന്ന ഹദീസിലും ഫുഖാക്കളൊക്കെ പഠിപ്പിച്ചു. പക്ഷേ ഈ തബ്ലീഗിന്റെ മൗലവി പറയുന്നു, അങ്ങനെ ഓതാൻ തന്നെ പാടില്ല. ഇനി നോക്കോളൂ നിങ്ങള്, ഇങ്ങനെ തെളിവുകളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പം ഈ മറ്റു മുജാഹിദും ജമാഅത്തും ചെയ്യുമ്പോൾ തന്നെ കളിയാക്കുക ദിക്റിനെ. അപ്പൊ എന്റെ പ്രസംഗത്തെ പറ്റി ചിലപ്പോൾ ഇനി നാളെ തബ്ലീഗുകാർക്ക് പറയുണ്ടാവും, ഇയാൾ കുറെ പരിഹസിച്ചു, വല്ലാതെ ആക്ഷേപിച്ചു പറഞ്ഞു, നമ്മൾ ഇസ്ലാമിന്റെ ആളുകൾ, നമ്മൾ നന്മയുടെ ആളുകൾ, നമ്മളിങ്ങനെ അല്ലേ ചാൻസ് കിട്ടിയാൽ തബ്ലീഗുകാർ നമ്മളെ ആക്ഷേപിക്കും, കളിയാക്കും. അതിന് മുജാഹിദും ജമാഅത്തും ഒന്നും പുറകിലല്ല. ഒക്കെ ഇടുമ്പോഴേക്ക് സമയം വൈകി പോകും. പക്ഷേ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റിനെ കളിയാക്കിയിട്ട് പ്രസംഗിച്ചു കേട്ടോളൂ നിങ്ങൾ. പക്ഷെ ആ ദിക്റുകൾ തന്നെ ഏത് രൂപത്തിലാണല്ലോ ചൊല്ലുന്നത്? നമ്മുടെ നാട്ടിലെ ദിക്റിന്റെ ശൈലി എന്താന്ന് പറഞ്ഞാൽ, സത്യത്തിൽ കേൾക്കുന്നവർക്ക് അത് ഒരു എന്തോ ഒരു മുദ്രാവാക്യത്തിന്റെ വിളി പോലെയാണ് തോന്നുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് തോന്നും നിങ്ങൾക്ക്? ലോകത്തെവിടെയെങ്കിലും
ഇങ്ങനെ മയ്യത്തുണ്ടോ എന്ന് തെളിയിച്ചെന്നാൽ അന്ന് നിർത്തിക്കോളങ്ങൾ വിമർശനം. അത് ശരി, അത് നിങ്ങൾക്ക് ചാൻസ്. എന്നിട്ട് അങ്ങനെ പറയാൻ പാടുണ്ടോ? അത്ര ഊക്കിൽ പറഞ്ഞു തബിലികാരെ പറ്റിയിട്ട്. അതാ ഞാൻ പറഞ്ഞ അണ്ടിയോടെ അടുക്കുമ്പോൾ മാങ്ങന്റെ പുലിയാൻ തിരിയ ചുണ്ട് കടിച്ചാൽ തിരിയില്ല. അങ്ങാടി കണ്ടില്ല നിങ്ങൾ ഇപ്പൊ ഒരു സീസ് മാങ്ങ വിൽക്കാൻ വെച്ചോ, ഒരു ചൊറക്കാര്യങ്ങൾ കണ്ടാല് തബിലികാരൻ വന്നെ തലക്കെട്ടും താടിയൊക്കെ കണ്ട നല്ല മട്ട. അത് പതുക്കെ മുറിച്ച് കാണാൻ അടിയത്ത ഭാഗം മുറിച്ചെന്ന നല്ല രസവും. പക്ഷേ മുറിച്ച് കണ്ട അണ്ടിന്റെ അടുത്തേക്ക് നമ്മൾ കുഞ്ഞപ്പൊക്കെ പറഞ്ഞ തലകൊടയെ മാങ്ങിയെന്ന് അപ്പളാ തിരിയ. തലകൊടേനെ എന്തേ അവിടെ കാരക്കുന്ന് സ്കൂൾ പഠിച്ചിട്ടുണ്ടായതാണ്, ഞാൻ വെറുതെ പറയല്ല. എന്റെ കൂട്ടുകാരൻ മുജീബിനെ പറ്റിച്ചതാ. എന്ത് വാങ്ങി വെച്ചപ്പോ തലകൊട വാങ്ങിയാണ് കയറും, ഇത്ര വില വെച്ച് 8 അണയാണ് കയറും. അങ്ങനെ ചുരുക്കി പൈസ കൊടുത്തുകൊണ്ട് ഇപ്പം പുതിയ മാങ്ങ എന്ത് വാങ്ങിയ കുഞ്ഞപ്പൊക്കത്. ഞാനപ്പ തന്നെ പടില്ല തലകൊടയനാണ്. അപ്പോൾ അന്ത് കടിച്ചാൽ ആരും തല കൊടഞ്ഞു, ആ ജാതി പുളിയാണ് എന്ന് പറഞ്ഞ മാതിരി ചാൻസ് കിട്ടുമ്പോഴറിയും. കണ്ടില്ലേ നിങ്ങൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ സംഭവം? എല്ലാം ഇത് വാദപ്രയോഗത്തിന് വെല്ലുവിളിക്കലൊക്കെ ഞാൻ വ്യവസ്ഥയ്ക്ക് വായിക്കാണ്ടായിരുന്നു, സമയം കിട്ടൂല. ഇത് ഫസ്റ്റത്തെ പരിപാടിയാണല്ലോ. അപ്പോ ഏതായിരുന്നാലും ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് തന്നെ തോന്നി ഇതുവരെ എന്നെ അംഗീകരിച്ചിരുന്ന ആൾക്കാരൊക്കെ അംഗീകരിക്കാതെ ആകുമോ, കാരണം പുതിയ ആശയം ഞാൻ പറയണം തോന്നിപ്പോകുമോ. അപ്പൊ ഇയാൾ മുൻകൂർ ജാമ്യം എടുക്കുക. ഞാനേ പഠിച്ച് പറയാണ്, ഇതൊക്കെ പൂർവികമായി നിങ്ങൾ ചെയ്തു വരുന്നതിനെതിൽ ഞാൻ പറയുമ്പം ഒക്കെ ഒരു വിഷമുണ്ടാകും. പക്ഷെ അപ്രിയ സത്യങ്ങളാണ്, അപ്രിയ സത്യം, അത് പറയാതെക്കാൻ പറ്റൂല. കേട്ടോളൂ ഉപരി പറയുന്നത്. പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അതിങ്ങനെ പാരമ്പര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, പൂർവികന്മാർ നമുക്ക് മുമ്പുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ചിലത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും, നമുക്ക് മനസ്സ് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ചില സഹോദരന്മാരെ പറയുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ, അറിവിൽ നിന്നുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് തുറന്നു പറയുന്നത്. അതെല്ലാം ഒരുപക്ഷെ അപ്രിയ സത്യങ്ങളായിരിക്കാം, പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഏതായാലും സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഇത്തരം കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് മനസ്സിലാക്കി വയ്ക്കുക. നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു, കുറെ അപ്രിയ സത്യങ്ങളുണ്ട്, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന്. നിങ്ങൾക്ക് തള്ളാനും സ്വാതന്ത്ര്യമുണ്ട്, കൊള്ളാനും സ്വാതന്ത്ര്യമുണ്ട്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. വമാ അലൈക ഇല്ലൽ ബലാ, പറഞ്ഞു തരേണ്ട ബാധ്യത, ആ ഉത്തരവാദിത്വം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിർവഹിച്ചു. നിങ്ങൾക്ക് സ്വീകരിക്കാം, നിങ്ങൾക്ക് തള്ളാം. അവ അപ്രിയ സത്യമാണ്, പറയാതിരിക്കാൻ നിർവാഹമല്ല. ഈ രീതിയിൽ പാരമ്പര്യത്തിനെതിരായി പറയുന്നു എന്ന് അയാൾ തന്നെ തുറന്നു പറയുകയാണ്. ഇനി നോക്കിക്കോളൂ, മയ്യത്ത് കൊണ്ടുപോയി കുളിപ്പിക്കലും നിസ്കരിക്കലും കഴിഞ്ഞാൽ പിന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് തൽഖീൻ. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതായിട്ട് ബഹുമാനപ്പെട്ട അബൂ ഉസാമ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ മാതഅദുക്കും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മരിച്ചുപോയാൽ ഫസവൈതും അലൈഹി തുറാബ, നിങ്ങൾ മണ്ണ് മുകളിൽ പരത്തുകയും ചെയ്താൽ ഫലക്കും മഹദുൻ അലാ റഅസി ഖബരി, ഖബറിന്റെ ഭാഗത്തെ തലഭാഗത്ത് നിൽക്കട്ടെ. സുമ്മ യഖൂൽ യാ ഫുലാൻ ഇബ്നു ഫുലാൻ, അങ്ങനെ തുടങ്ങി തൽഖീനിന്റെ കാര്യങ്ങളൊക്കെ ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഈ തൽഖീനിന്റെ വചനങ്ങൾ റസൂൽ പഠിപ്പിച്ചിട്ട് പറയുന്നു, ആ രീതിയിൽ നിങ്ങൾ തൽഖീൻ ചൊല്ലണം കേട്ടോ. എന്നാൽ ആ തൽഖീനിനെ പറ്റി തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ് പറയുന്ന കാര്യങ്ങള് ആർക്കാപ്പി ചൊല്ലിക്കൊടുക്കല്? മരിച്ചതിന്റെ ശേഷം ചൊല്ലിക്കൊടുക്കുക. എന്തിന്? ഉത്തരം. കേട്ടോളൂ അയാളെന്നെ പറയുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ തൽഖീനുമുണ്ട്. തൽഖീൻ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. തൽഖീൻ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ആരാണ് ഓർമ്മപ്പെടുത്തി കൊടുക്കുക? പള്ളിയിലെ മുക്രി. പള്ളിയിലെ മുക്രിയുടെ ജോലിയാണ് മരിച്ചുപോയ മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് ഇരുന്നിട്ട് മൂപ്പർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത്? മൂപ്പർക്ക് തന്നെ അറിയില്ല എന്തൊക്കെയാണ് മൂപ്പർ ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മൂപ്പർ എഴുതി വെച്ച കടലാസുമായിട്ടായിരിക്കും എന്ത് ചെയ്യുക? വരിക. കാരണം കടലാസായിട്ട് മൂപ്പർ വന്നിട്ടില്ല എങ്കിൽ മൂപ്പരെ ജോലി തെറിച്ചു പോകും. കാരണം ആ പള്ളിയിൽ ജോലി ചെയ്യണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. അപ്പൊ തൽക്കീൻ അറിയാത്തൊരു മുക്രയാണ് വരുന്നെങ്കിൽ മൂപ്പർ എന്ത് ചെയ്യും? നിർബന്ധമായിട്ട് തൽക്കീൻ ഏതെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പേപ്പറിൽ എഴുതി വെച്ചിട്ടാണെങ്കിലും അതിങ്ങനെ സൂക്ഷിക്കും. എന്തിനാ? വരുന്ന മയ്യത്തിനൊക്കെ മൂപ്പർക്ക് എന്ത് ചെയ്യണം? മൂപ്പരെ ജോലിയാണ് അതിങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. മയ്യത്തിനെ പഠിപ്പിക്കുക, മയ്യത്തിനെ പറഞ്ഞു കൊടുക്കുക, ഒരു പുണ്യമില്ല, അതിലൊരു പ്രത്യേക നേട്ടവും ഇല്ല. നേട്ടമുണ്ടോ? സ്വർഗം ഹക്കാണ്, നരകം ഹക്കാണ്. നിങ്ങളുടെ അടുത്തേക്ക് 2 പേര് ഇപ്പൊ വരും. ആ 2 പേരുടെ പേര് മുൻകർ എന്നാണ്, നക്കീർ എന്നാണ്. അത് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുകയാണ്. ആ ചോദ്യങ്ങൾ മൻ റബ്ബുക എന്നാണ്. അപ്പോൾ നീ ഇങ്ങനെ ഉത്തരം പറയണം. പിന്നെ രണ്ടാമത് ഇങ്ങനെ ചോദ്യം ചോദിക്കും, നിന്റെ ദീൻ ഏതാണ്? അപ്പൊ എന്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയണം. ഇപ്പൊ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? പഠിപ്പിച്ചു കൊടുത്തൊരു കാര്യത്തെ പറ്റാ ചോദിക്കണം. ഇപ്പൊ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് പഠിപ്പിച്ചു കൊടുക്കല.
ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഉണർത്തിക്കൊടുക്കണം. ഉണർത്തിക്കൊടുക്കൽ വേറെ, പഠിപ്പിക്കൽ വേറെ. അതുകൊണ്ട് തൽക്കീൻ തുടങ്ങുമ്പോൾ എന്താ? ഉദ്കുരുൽ ലഹദല്ലദീ ഖറജ്ത അലൈഹി മിൻ ദാരി ദുനിയാ ഇലാ ദാരിൽ ആഖിറ അം തശ്ഹദ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് മൗലവി തൽക്കീനിന്റെ തുടക്കം. എന്നിട്ടാണ് ഉറപ്പെടുത്തി കൊടുക്കുന്നത്. ഇതിന് മുജാഹിദും ജമാഅത്തും പരിഹസിക്കുന്ന പോലെ കോപ്പി അടിക്കാൻ സഹായിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുക്കുകയാണ്. അള്ളാഹ് മലക്കുകളെ വിട്ട് ചോദിക്കുമ്പോ ഭൂമിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മലക്കുകളെ വിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇന്ന ഇന്ന ചോദ്യമാണ് അവിടെ ചോദിക്കുക എന്ന് ആരാണോ പഠിപ്പിച്ചത്? അത് ഹദീസിലെ മുത്തനബി അല്ലേ പഠിപ്പിച്ചത്? നബി തങ്ങളും ക്വസ്റ്റ്യൻ ചോർത്തിയോ? അള്ളാന്റെ റസൂൽ ഇങ്ങനെ പഠിപ്പിച്ചു എന്ന് ഇവിടെ മഹാന്മാർ ഉദ്ധരിക്കുന്ന സമയത്ത് ആ തൽഖീനിന് തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ് പരിഹസിച്ചത് കണ്ടോ നിങ്ങള്? അതെ, അണ്ടിയോടെടുക്കണം പുളിയെറിയാൻ, ഒരു മഹല്ല് കിട്ടണം ആശയം തിരിയാൻ. തനിച്ച വഹാബിസം തന്നെ. ഇത് തൽഖീനിനെ കുറിച്ചാണെങ്കിൽ ഇനി കണ്ടോളൂ, നബി തങ്ങൾ പഠിപ്പിച്ച സംസ്കാരമുണ്ട്. മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി സ്വതക്ക കൊടുക്കുക. സഅദ് റളിയല്ലാഹുവിന്റെ ഉമ്മ മരിച്ചതിന് ശേഷം നബി തങ്ങളോട് വന്ന് ചോദിച്ചില്ലേ, നബിയെ ഉമ്മ മരിച്ചുപോയി, ഞാൻ നാട്ടിലില്ലാത്ത സമയമാണോ, മരിച്ച ഉമ്മാക്ക് വേണ്ടി വല്ലതും ചെയ്താൽ ഉപകാരം കിട്ടുമോ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, കിട്ടും സഅദേ. ആ സഅദ് കിണർ കുഴിച്ചോ. ഇത് സഅദിന്റെ ഉമ്മാക്കുള്ളതാണെന്ന് പറഞ്ഞു ഇമാം മുസ്ലിം ഉദ്ധരിച്ചില്ലേ? തോട്ടം കൊടുത്ത സ്വഹാബിമാരില്ലേ? റസൂലുള്ളാഹിന്റെ ഖദീജ ബീവിക്ക് പേരിൽ ആടറുത്തുകൊണ്ട് റസൂലുള്ള കൊടുത്തിട്ടില്ലേ? എത്രയോ മഹാന്മാരത് ചെയ്തതാണ്. പക്ഷേ തബ്ലീഗുകാരൻ പറയണ എന്താ നിങ്ങള്? അത് സൽക്കാരാണ്. മരിച്ചതിന്റെ പേര് സൽക്കാരല്ല, ജനിച്ചതിന്റെ പേര് സൽക്കാര. സൽക്കാരനാണ് പേരാക്കുക. എന്നാന്തേ? മരിച്ചോടുത്ത സൽക്കാരാ, എന്നാ നിർത്തിയേക്കുക. കണ്ടില്ലേ നിങ്ങള്? ഗൾഫിക്ക് ജോലി ഉണ്ടിച്ച് പോണോ? എന്തേ? കിച്ചണിലെ സീപ്പറാ ഷെയ്ഖിന്റെ. തിരക്കില്ലാത്ത ബിസിയാണ്, കുഴപ്പമില്ല. പിന്നെ അവിടെ അടുക്കളയിൽ അടിച്ചേരുന്ന പണിയാ. എന്നാ എനിക്ക് വേണ്ട. എന്തേ? കിച്ചണിലെ സീപ്പർ പറഞ്ഞപ്പോ ഒരു കുഴപ്പമില്ല, അടുക്കള അടിച്ചിരാനിപ്പോ പ്രശ്ന. ഭാഷന്റെ മാറ്റാം. മരിച്ചുപോയോൾക്ക് സ്വതക്കം കൊടുക്കണ്ടെന്നാ കേൾക്കൂല, മരിച്ചതിന്റെ സൽക്കാരം തന്നെ കേൾക്കൂ. ഇതൊക്കെ ഇവര് ഇക്കുമത്താണ് നോക്കണം നിങ്ങള്. കേട്ടോ മൗലവി പറയുന്നത്. അങ്ങനെ ഖബറടക്കി കഴിഞ്ഞ പിന്നെ നമ്മുടെയൊക്കെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട്. മൂന്നാമത്തെ ദിവസം എന്താവും? മൂന്നാമത്തെ ദിവസം ദ്വാരക്കലാണ്. കാരണം മയ്യത്ത് കഴിഞ്ഞാൽ നമുക്ക് ദ്വാരക്കൽ മാത്രമല്ല, ചാപ്പാടില്ലാത്ത ദ്വാരക്കലില്ല അല്ലേ? സത്യത്തില് ഒരു ജനിച്ച വീട്ടിൽ ജനനത്തിന്റെ പേരിലോ മരിച്ച വീട്ടിൽ മരണത്തിന്റെ പേരിലോ ഇസ്ലാമിൽ ഒരു സൽക്കാരം ഇല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഒരാളുടെ മരണത്തിന്റെ പേരിൽ സൽക്കാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഇസ്ലാമിൽ ഇല്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ജനിച്ചതിന്റെ പേരും ശാപ്പാടുണ്ട്, മരിച്ചതിനും ശാപ്പാടുണ്ട്. ഉണ്ട്. ഈ ജനിച്ചതിന്റെ പേരിൽ കൊടുക്കണ ശാപ്പാടാണ് അക്കീകർത്തൻ കൊടുക്കണം. നിങ്ങൾ എവിടെയേ ഈ അക്കീകർത്ത് കാണാൻ കയറ്റിവിടൽ? ആകാശത്തേക്ക് അത് അമേരിക്ക ഗോളണ്ടക്കും കൊടുക്കല? അതോ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ കൊടുക്കലോ? ജനിച്ചതിന് വിളിച്ച ഇത് റസൂല കാണിച്ചതല്ലേ? റസൂലുള്ളാഹി തങ്ങൾക്കടക്ക റസൂൽ അടുത്ത് കാണിച്ചില്ലേ? എന്തിനാണ്? ഞാൻ ജനിച്ചതിലുള്ള നന്ദി രേഖപ്പെടുത്താനാണ്. അതിനായി ശാപ്പാട് കാരണം പദം പറഞ്ഞിട്ട് മോശാക്കണ്ട. അതാ ഞാൻ പറഞ്ഞത്. അമല് എന്ന് കണ്ടത് വിലികാരങ്ങല്. ഞാൻ ചോദിക്കട്ടെ, ഒരു പുണ്യകർമ്മമല്ലേ തടഞ്ഞത്? ജനിച്ചതിന്റെ പേരിൽ ശാപ്പാട് കൊടുക്കാറില്ലേ? ഒരു കുട്ടി ജനിച്ചാൽ ശുക്ർ എന്ന രീതിയിൽ മിഠായി കൊടുക്കാറില്ലേ? അപ്പോഴേക്ക് ഇസ്ലാമെന്ന് പുറത്തായി പോയോ? നന്ദി എന്ന രീതിയിൽ സ്വതക്ക കൊടുക്കൂലേ? ഇസ്ലാമെന്ന് പുറത്തായി പോയോ? മരിച്ചതിന്റെ പേരിലല്ലേ ശാപ്പാട് റസൂലിന് കൊടുത്തത്? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസല്ലേ? മുസ്ലിം ഉദ്ധരിക്കുന്നില്ലേ? മുത്തഫഖുനല്ലേ? റസൂലുള്ളാഹി തങ്ങൾ ആറടത്തിന് ശേഷം ഖദീജ ബീവിയുടെ കൂട്ടുകാർക്ക് കൊടുത്തയച്ചു എന്ന് ഹദീസിലല്ലയോ മൗലവിമാരെ? പച്ചർച്ച കൊടുത്ത് തിന്നാൻ കൊടുത്തല്ല. ഈ പച്ചർച്ച കൊടുക്കല് തൗഹീദാണ്. വേവിച്ചുമ്പോൾ തന്നെ ശിർക്ക്, അത് അടുപ്പ് കൂടെ കയറുന്ന ശിർക്ക. അങ്ങനൊന്നുമില്ല. റസൂലുള്ളാഹി തങ്ങൾ ശാപ്പാട് കൊടുത്ത് കാണിച്ചു നോക്കി. അതായത് മുജാഹിദിന്റെ ജമാഅത്തിൽ വേറെ പതിപ്പ്. ഒന്ന് ദോശ, മറ്റേ വെള്ളപ്പം, മറ്റേ ഇഡ്ഡലി, ഒന്ന് ഓട്ടട, ഒന്ന് പുട്ട്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇതിന് സംഭവം അങ്ങനെ തന്നെ പോരാ. ഇത് പറയുമ്പോ സ്വാഭാവികമായിട്ട് ഇയാൾക്ക് തന്നെ തോന്നുകയാണ്, ഞാൻ ഇപ്പൊ പറഞ്ഞു ഫുള്ള് തൗഹീദിന്റെ ആശയം പറഞ്ഞാനോ? അയാൾ പറയാ അങ്ങനെയല്ലോ, ഞാൻ അതൊക്കെ പറഞ്ഞതാണ്. ഉള്ളത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ മറ്റോനാക്കൂന്ന് എനിക്കറിയാം. ഇയാൾക്കെ തോന്നിയിരിക്കണ് ഈ പറഞ്ഞ ഇത്രത്തോളം വേണ്ടില്ലേലും. ഇയാൾ പറയാ ഉള്ളത് പറഞ്ഞ മറ്റോനാട്ടോന്ന് പറയും. ഒന്ന് ഇട്ട് കൊടുക്കി കേട്ടോ. നമ്മൾക്ക് അധികമുള്ള സൂക്കേട് എന്താന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞത് ചെയ്യൂല, ചെയ്യാൻ പറയാത്തതൊക്കെ എന്ത് ചെയ്യും? ചെയ്യും. ചെയ്യാൻ പറയാത്തതൊക്കെ ചെയ്യുകയും ചെയ്യും. അത് ദീനായിട്ട് കാണുകയും ചെയ്യും.
അതിനെതിരിലായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ മൂപ്പര് ദീനിന്ന് ഔട്ടായി. എന്നിട്ട് പറയും മൂപ്പര് മറ്റവനാണ്. എന്താ പറയും? എന്താ പറയാ? മൂപ്പര് മറ്റേതാട്ടോ. ഇപ്പൊ എനിക്കിപ്പോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾ മറ്റേതാന്ന് പറഞ്ഞാലും എല്ലാവരും പ്രശ്നമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് കുറെ അപ്രിയ സത്യങ്ങൾ ഉണ്ട്, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് എന്ത് അപ്രിയ സത്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറയൂ. അത് നമ്മളെ തള്ളാർക്കുള്ള പരിപാടി. മരക്കളെ പറ്റി കുറ്റം പറഞ്ഞിട്ടേ ഞാൻ കുറ്റം പറയല്ലോ, ഞാൻ കുറ്റം പറയല്ലോ, അതോട് കുറ്റല്ലാതെക്കോ. ഇയാൾ അങ്ങനെ ജാമ്യത്തോടെല്ലാക്കോ നോക്കിക്കോളൂ. സത്യം ഉറന്നയാൾ പറയാ, അപ്രിയ സത്യം ഞങ്ങളോട് പറയാണ്. സ്വാഭാവികമായിട്ടും ഉള്ളത് പറഞ്ഞ ഞങ്ങൾ മറ്റവനാട്ടോ. തെബിലികാര് കളിയൊക്കെ ഒന്നുമില്ല. മറ്റേ തോന്നിയ സൊക്കെ മാറ്റിക്കണ്. ഇപ്പൊ കടത്തം കള്ള് ചാപ്പല ഉള്ളു പറഞ്ഞിട്ട് തെബിലികാര് കളിയൊക്കെ ഒന്നുമില്ല. നോക്കിക്കോങ്ങള് ഹദീസിൽ സ്ഥിരപ്പെട്ട സുന്നത്തിനെയാ കളിയാക്കുന്നതും. ഇത് മൊത്തം മരിച്ചവർക്ക് വേണ്ടി കൊടുക്കുന്ന സ്വതക്കയാണെങ്കിൽ ഇനി കണ്ടോ, ബഹുമാന്റെ കയ്യിലുള്ളത് ഇതിൽ ഒരുപാട് ഹദീസിൽ ഉദ്ധരിക്കുന്ന കൂട്ടത്തില് മഹാനവകൾ അഹ്മദ് ഹംബലി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. എന്താ മഹാൻ പറഞ്ഞു? കാല ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സുഫിയാൻ കാല قال طاووس إن الموتى يفتنون في قبورهم سبعا فكانوا يستحبون أن يترموا عنهم ذلك تلك الأيام. ഒരു മയ്യത്ത് മറയടക്കി കഴിഞ്ഞാൽ 7 ദിവസം തുടർച്ചയായി ആ മയ്യത്തിന്റെ ഖബറിൽ ശിക്ഷ ഉണ്ടാകുമെന്നാണ് ഹദീസിലുള്ളത്. ആ ശിക്ഷക്കൽപ്പം ലഘൂകരണം ലഭിക്കാൻ 7 ദിവസവും ഭക്ഷണം കൊടുക്കുക എന്നത് സ്വഹാബത്ത് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു റിപ്പോർട്ടിൽ 3 എന്നാണ്, ഒരു റിപ്പോർട്ടിലുള്ള 40 എന്നാണ്. ഈ റിപ്പോർട്ട് പിടിച്ചിട്ടാ നമ്മൾ 3 അല്ലെങ്കിൽ 14 അല്ലെങ്കിൽ 40 ആണ്ട് ഇത് കഴിക്കണത് ഇതുപോലുള്ള പ്രമാണങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഇത് പണ്ടേ തുറന്നു വരുന്നതുമാണ്. എന്നാ അതിനെപ്പറ്റി മൗലവി പറഞ്ഞ എന്താ അങ്ങനെ പരിപാടി തന്നെ ഇസ്ലാമിലില്ല കേട്ടോ. മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി 3 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ ആണ്ട് ഇങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലില്ല. നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ്. ഇങ്ങനെയുണ്ട്, നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ്. തബ്ലീഗിന് എന്താ കുഴപ്പം? മുജാഹിദിന് എന്താ കുഴപ്പം? ജമാഅത്തിന് എന്താ കുഴപ്പം? ഖാദിയാനിക്ക് എന്താ കുഴപ്പം? ഇത് തന്നെ ക്രമേണ ക്രമേണ കോടാലിക്കഞ്ഞി വെച്ചതുപോലെ കൊണ്ടുപോകുന്നു. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും നന്നാക്കാൻ വേണ്ടി ഒരു വർത്താനം പറയും. നമ്മളങ്ങനെ തർക്കത്തൊന്നും ഇടപെടരുതേ, നമ്മളങ്ങനെ തർക്കിച്ചുകൊണ്ട് സമയം കളയരുത്. സീഡി ഇറക്കി മറുപടി വെച്ച് അതൊന്നും നിൽക്കാൻ പാടില്ല, തർക്കിക്കാൻ പാടില്ല, പഠിക്കുക. കേട്ടോളൂ വരുന്ന പറയുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പറയുമ്പോൾ അതിനൊരു സുഖമുണ്ടാവും. പലപ്പോഴും കണ്ടതിനൊക്കെ എതിർക്കുക എന്നുള്ള അതിനെക്കുറിച്ച് തർക്കിക്കുക എന്നുള്ള സ്വഭാവമാണ് നമ്മുടെ അധികം ആളുകളുടെ സ്വഭാവം. അത് മാറ്റിയെടുക്കണം. തർക്കം ഏതായാലും നമുക്ക് നല്ലതല്ല. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിയാത്തൊരു കാര്യം ഒരാൾ ചെയ്യുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ കാര്യത്തെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് വിവരമുള്ള ആളോട് പോയിട്ട് എന്താണ് ഞാൻ ഇങ്ങനെ ഒരാൾ ചെയ്യുന്നതായിട്ട് കണ്ടു, എന്താണ് അതിന്റെ നിജസ്ഥിതി, ഇസ്ലാമുമായിട്ട് അതിന് വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതിനെക്കുറിച്ച് പഠിക്കൽ ബാധ്യതയാണ്. അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് തർക്കിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിലാണ് മരിച്ചവർക്ക് വേണ്ടി സ്വതക്ക കൊടുക്കുന്നത്. സ്വഹാബത്തിന്റെ കാലഘട്ടത്താണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. താബീങ്ങളിൽപ്പെട്ട തൗസ് റളിയല്ലാഹു തആല അൻഹു മഹാന്മാർ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഉന്നതനായ താബിയാണ്. 50ഓളം സ്വഹാബത്തിനെ കണ്ടുവെന്ന അഭിപ്രായമുണ്ട്, 5 സ്വഹാബത്തിനെ കണ്ടെന്ന അഭിപ്രായമുണ്ട്. ഏതായാലും ഉന്നതനായ താബിയായ തൗസ് റിപ്പോർട്ട് ചെയ്യുന്നത് കാനൂ യസ്തഹിബൂന അയ്യുതമൂ തിൽക്കൽ അയ്യാം. ആ ദിവസങ്ങളിൽ ഭക്ഷണം കൊടുക്കൽ ഇഷ്ടപ്പെട്ടിരുന്നു. ആ ഭക്ഷണമാണ് കുലാവി, അതാണ് തരിക്കഞ്ഞി, അതാണ് തേങ്ങാച്ചോറ്, അതാണ് നെയ്ച്ചോറ്, അതാണ് ബിരിയാണി, അതാണ് സ്വതക്ക. ആ സ്വതക്കയെ വെറുതെ എതിർത്തുകൊണ്ട് തർക്കിക്കണ്ട. ഇമാം നബവി അത് ഉദ്ധരിക്കുന്നു, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലണം. ആ ഇമാം നബിയുടെ ഉദ്ധരണി ആ ദിക്ർ ചൊല്ലണം എന്നത് ആ ദിക്റിന്റെ പേരിൽ തർക്കിക്കണ്ട. അതെ, ഇനി കണ്ടോ നിങ്ങൾ പറഞ്ഞു വന്നിട്ട് എത്രത്തോളം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളടക്കമുള്ള മഹാന്മാർ മരിച്ചാലെല്ലാം കഴിഞ്ഞു പോയി. ഇനി അവരെ കബറും പുറത്ത് പോയിട്ട് വിളിക്കണ്ട. അവർ വിളിച്ചാലും കേൾക്കൂല. മരിച്ചവരെ കൊണ്ടൊന്നും ഇങ്ങോട്ട് ലഭിക്കുകയില്ല. കബറാളികൾക്ക് അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാതെ കബറാളികളിൽ നിന്ന് സഹായം ലഭിക്കില്ല കേട്ടോ. കഴിഞ്ഞു. അതോടുകൂടെ പൂർണ്ണമായ വഹാബിസം നോക്കിക്കോളൂ. ഖബറാളികളോട് പോയിട്ട് ചോദിച്ചാൽ ഒന്നും കിട്ടുകയില്ല. ഖബറാളികൾക്ക് നമ്മളെ കൊണ്ട് ആവശ്യം എന്താ? നമ്മളെ കൊണ്ട് ആവശ്യം ഖബറാളികളിൽ നിന്ന് നമുക്കല്ല ആവശ്യം, ഖബറാളികൾക്ക് നമ്മളെ കൊണ്ട് ആവശ്യം. പറഞ്ഞത്
കബറാളികളെ കൊണ്ടൊന്നും ഇങ്ങോട്ട് ചെയ്യാൻ കഴിയില്ല. നമ്മളെ കൊണ്ട് അവർക്ക് അങ്ങോട്ടേ ആവശ്യമുള്ളൂ. ബഹുമാനപ്പെട്ട തന്റെ ദുഫയിൽ വ്യക്തമായി പഠിപ്പിക്കുന്നു, നമ്മൾ മഹാന്മാർ സിയാറത്ത് ചെയ്താൽ ആ മരണപ്പെട്ട് കിടക്കുന്ന മഹാത്മാക്കളിൽ നിന്ന് ഇങ്ങോട്ട് സഹായം ലഭിക്കുന്നതാണ്. അല്ലാഹുവിന്റെ പ്രത്യേക റഹ്മത്ത് തടയപ്പെട്ടവരല്ലാതെ നിഷേധിക്കില്ല കേട്ടോ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോയിട്ട് പറഞ്ഞില്ലേ, അമ്മൽ മശാഹിദു ഫലാ തതസാവാ ബൽ ബറകതു സിയാറതിഹാ ബിഖദർ ദറജാതിഹിം ഇൻദല്ലാഹ്. മഹാന്മാർ മക്കബറുകളെല്ലാം തുല്യമല്ല. മമ്പറം തങ്ങളെ മക്കബറയാണ്, പുത്തമ്പള്ളി മക്കാമാണ്, മടവൂർ മക്കാമാണ്, ഏർവാടി മക്കാമാണ്. ഭ്രാന്തുള്ളവർ ഏർവാടിയിലേക്ക് കയറ്റും, അല്ലേ? പാമ്പ് കടിച്ചവരെ പുത്തമ്പള്ളിയിലേക്ക് കൊണ്ടുപോകും, കുട്ടികൾക്ക് പേരിടാൻ മമ്പറത്തേക്ക് കൊണ്ടുപോകും. ഓരോരുത്തരും ജീവിതകാലത്ത് കൂടുതൽ കാണിച്ച കറാമത്ത് അടിസ്ഥാനത്തിൽ അതേ ഗസാലി ഇമാം പറയുന്നു, അമ്മൽ മശാഹിദു ഫലാ തതസാവാ ബൽ ബറകതു സിയാറതിഹാ ബിഖദരി ദറജാതിഹിം ഇൻദല്ലാഹ്. ജീവിതകാലത്തുള്ള പോലെ മരണശേഷം അവരെ ഖബറിൽ നിന്ന് സഹായം ലഭിക്കുന്നിടത്ത് പോലും ഏറ്റവും വ്യത്യാസമുണ്ട്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട വെളിയങ്കോട് മർക്കാദി റളിയല്ലാഹു തആല അൻഹു നേരെ മദീനയിൽ ചെന്നില്ലേ? ഓ ചെറുപ്പക്കാർക്ക് വേണ്ടി പറയട്ടെ, നിങ്ങൾ കാന്തപുരത്ത് അംഗീകരിക്കണ്ട, നിങ്ങൾ ഉള്ളാത്തങ്ങൾ അംഗീകരിക്കണ്ട, ഷിയാബ് തങ്ങൾ അംഗീകരിക്കണ്ട, ചെറുശ്ശേരിയെ നിങ്ങൾ അംഗീകരിക്കണ്ട. അതേസമയം ഉമർക്കാലി നിങ്ങൾക്ക് അംഗീകരിച്ചുകൂടെ? അദ്ദേഹം സമസ്തക്കാരനല്ലല്ലോ. ആ ഉമർക്കാലി നേരെ മദീനത്ത് ചെന്നു. പുന്നാർ നബി തങ്ങളെ മക്കബറക്ക് മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു പോലീസുകാരോട്, ഞാൻ വരുന്നത് മലബാറിൽ നിന്നാണ്, ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി വന്നത്, ഉൾപ്പുറമെന്ന് സിയാറത്ത് ചെയ്തു പോകാനല്ല, കിടക്കണം എനിക്കുള്ളിലേക്ക്, മക്കബറയുടെ ഉള്ളിലേക്ക് എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞില്ല, കാനൂനാണ്, നിയമമാണ്, പുറത്തുനിന്ന് സിയാറത്ത് മതി. ഉമർക്കാലി ആശിക്കായ മുഹിബായ മുഅ്മിനായ ഉമർക്കാലി തീരുമാനിക്കുന്നു, പോരാ, ഞാനൊരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലോ, വലത്തെ കാലെടുത്ത് വെച്ച് പ്രവാചകരെക്കാലമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലോ ഈ പ്രവാചകന്റെ ഹദ്റത്തിൽ നിന്ന് ഉമർ തിരിക്കുന്ന ലക്ഷണം ഇല്ല. ജീവനുള്ള പോലീസുകാരോട് ചോദിച്ചിട്ട് ലഭിക്കാത്ത ചോദ്യം ഉമർക്കാലി വഫാത്തായ മുത്തനബിയോട് ചോദിക്കുന്നു. നേരെ ഉമർക്കാലിയുടെ കൽബിൽ നിന്ന് കണക്ഷൻ റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക്. യാ അക്റമൽ ഖുറമാ അലാ ഔതാബികും ഉമറുൽ ഫഖീറുൽ മുർതജീലി ജനാബികും. നബിയേ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി മലബാറിന്റെ മൂലയിൽ നിന്ന് മദീനയിൽ കിടക്കുന്ന അങ്ങിന്റെ സൗദത്തിലേക്ക് പാവപ്പെട്ട ഉമർ വന്നതോ അങ്ങിന്റെ മക്കബറയുടെ ഉള്ളിലേക്കൊന്ന് കിടക്കാൻ വേണ്ടിയാണ്. അവിടെ നിന്ന് സമ്മതം തരുമോ? എന്റെ കൺതടത്തിലൂടെ ബാഷ്പകണങ്ങൾ ഒഴുകുന്നത് എന്റെ വീട്ടിലെ പട്ടിണി ചിന്തിച്ചുകൊണ്ടല്ല, ഭാര്യ മക്കൾ ആലോചിച്ചുകൊണ്ടല്ല, അവിടത്തോടുള്ള മഹബത്ത് കൊണ്ടാണ്. അതുകൊണ്ടൊന്ന് തുറന്നു തരുമോ? ഉമർക്കാലി അങ്ങ് ചോദിച്ചപ്പോൾ ഇരുമ്പിന്റെ പൂട്ടങ്ങ് പൊട്ടിയിട്ട് ഉമർക്കാലി ഉള്ളിൽ കടന്നില്ലേ? മരിച്ചു പോയവരോട് സഹായം കിട്ടുമോ? ഉസ്മാൻ തങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തില്ലേ? സഹായം കിട്ടുമോ? ബഹുമാനപ്പെട്ട റിഫായിഷിന് കൈനീട്ടി കൊടുത്തില്ലേ? സഹായം കിട്ടുമോ? ഷാഫി ഇമാം പറഞ്ഞില്ലേ, എനിക്ക് വല്ല ടെൻഷനും ആവശ്യങ്ങളും വന്നാൽ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെ മക്കബറിലേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ആവശ്യം ചോദിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞില്ലേ? ഷാഫി ഇമാം കാഫറായോ? അബൂ ഹനീഫ ഇമാം കാഫറായോ? തബ്ലീഗുകാരെ ഭാഷപ്രകാരം എല്ലാവരും പിഴച്ചതാണ്. ഇതുപോലെയുള്ള ഒരുപാട് പിഴച്ച വാദഗതികള് ഇവന്മാർ കൊണ്ടുവന്നത് കൊണ്ടാണ്. ഞാൻ ചുരുക്കട്ടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1962 തബ്ലീഗ് ജമാഅത്ത് കേരളത്തിലേക്ക് വരുന്നത്. അന്ന് സമസ്തയിലെ കറാമത്തുള്ള വലിയ പണ്ഡിതനാണ് ശംസുൽ ഖുത്ബി അവർകള്. പാമ്പ് കടിച്ചിട്ട് വിഷം തൊട്ടാതെ പാമ്പ് ചത്തുപോയ കറാമത്തുള്ള മഹാൻ ആ ഖുത്ബി തങ്ങൾ കത്തെഴുതി സമസ്തയിലേക്ക്, തബ്ലീഗിനെ കുറിച്ച് നിങ്ങൾ പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കണം. 5 മാസം നീണ്ടുനിന്ന പഠനം നടത്തിയ ശേഷം കണ്ണീത്ത് ഉസ്താദിന്റെ അധ്യക്ഷതയിലാണ് ശംസുൽ ഉലമ സെക്രട്ടറി ആകുന്ന കാര്യത്തിൽ സമസ്ത മുശാവറ വിളിക്കുന്നത്. തീരുമാനമെടുത്തു, തബ്ലീഗ് പഠിച്ചതാണ്. ആ തീരുമാനം പാസാക്കിയതായി അധ്യക്ഷന് വേണ്ടി ഒപ്പുവെക്കുന്നത് ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദ് എന്ന് പകരം ബഹുമാനപ്പെട്ട കെ സദഖത്ത് ഹുസൈൻ വണ്ടൂർ അവർകളാണ്. അല്ലാഹു അവർ മൂവരുടെ
പേരെയും ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. 3 പേർക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. ഈ സംശുലുലമയും കണ്ണിയത്ത് ഉസ്താദും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട വണ്ടൂർ ഉസ്താദും ഇത്തിഫാക്കായി എടുത്ത തീരുമാനം തബ്ലീഗ് പഴച്ചതാണ്. 965 തീരുമാനം പുറത്തേക്ക് വിട്ടു സമസ്ത. വീണ്ടും ചിലർക്കൊക്കെ സംശയങ്ങൾ വന്നു. ആ സമസ്തയുടെ തീരുമാനം പുറത്തേക്ക് വിട്ടതിൽ സംശയം പലർക്കും വന്നപ്പോൾ നേരെ 1900 സമസ്തയുടെ സൗനീരിലുള്ള തീരുമാനം. തബ്ലീഗ് ജമാഅത്ത് എന്നാണ് അതിന്റെ ചോദ്യം. കുത്തുബി ഉസ്താദ് കൊടുത്തയച്ച കത്ത് തന്റെ കൈപ്പടയിൽ തന്നെ സൗനീരിൽ കൊടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിന് ശേഷം പല സ്ഥലത്തും തബ്ലീഗിനെ ഇറക്കി വിട്ടു. ചിലരൊക്കെ പ്രശ്നമുണ്ടാക്കി. എന്തായാലും പള്ളിയിൽ നിന്ന് പാത്രം വലിച്ചെറിഞ്ഞത് ശരിയായില്ല, ഇറക്കി വിട്ടത് ശരിയായില്ല. ആ സമയത്താണ് അരീക്കോടിനടുത്ത കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനപ്പുറം ചുള്ളിക്കാപ്പറമ്പില് AK ഇസ്മായിൽ വഫയുടെ ബാപ്പ പ്രസിഡന്റായ മഹലിൽ തബ്ലീഗുകാർ ഇറക്കി വിട്ടപ്പോൾ കുഴപ്പമുണ്ടായി. ആ കുഴപ്പം നടന്നപ്പോൾ 981 സമസ്തയുടെ ഫത്വ കമ്മിറ്റിക്ക് ഒരു കത്തെഴുതി. AP ഡിവൈഡ് ഉണ്ടായിട്ടില്ല, സമസ്ത സംസ്ഥാന വ്യത്യാസമില്ലാത്ത തീരുമാനമാണ് പറയാനാണ് ഞാൻ ഈ തെളിവുകൾ പറയുന്നത്. അങ്ങനെ 81 കത്തെഴുതിയപ്പോൾ അവിടുത്തെ ഫത്വ കമ്മിറ്റിയിൽ ഹെഡിൽ കൊടുത്ത കത്താണിത്. AK ഹുസൈൻ ഹാജി സെക്രട്ടറി ഇസാനുൽ ഇസ്ലാം സംഘം ചുള്ളിക്കാപ്പറമ്പ് മാന്യരെ തബ്ലീഗ് ജമാഅത്ത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെതിരായ പാർട്ടിയാണെന്ന് അവരുടെ പല പ്രസിദ്ധീകരണങ്ങളും പരിശോധിച്ചതിന് ശേഷം സമസ്ത മുമ്പ് തീരുമാനിച്ചതാണ്. അതിനാൽ നമ്മുടെ പള്ളികളിലവർക്ക് പ്രസംഗത്തിന് അവസരം സൗകര്യപ്പെടുത്തി കൊടുക്കാവതല്ല. AP ഉസ്താദല്ല, പൊന്മള ഉസ്താദല്ല, മർഹൂം മണ്ടോട് ഉസ്താദല്ല, MA ഉസ്താദല്ല. 81 അവിഭക്ത സമസ്തയുടെ ഫത്വ കമ്മിറ്റി കൊടുത്ത എഴുത്താണ്. ആ എഴുത്ത് തന്നെ ഫോളോ ചെയ്തുകൊണ്ടാണ് അൻഡമാൻ നിക്കോബാർ ദ്വീപിലെ അവിടുത്തെ വിയർട്ടുഗഞ്ചിൽ നിന്ന് അവിടുത്തെ മഹല്ല് കമ്മിറ്റി ആവശ്യപ്പെട്ടപ്പോൾ അൻഡമാൻ ദ്വീപിലെ ജമിയത്തുൽ മുഅല്ലിമീൻ ലെറ്ററിൽ കൊടുത്ത കത്താണിത്. ഇതേ കത്താവർത്തിച്ചിട്ട് പറയുന്നു, ഒരിക്കലും സൗകര്യപ്പെടുത്തിക്കൂടാ. ആ താല്പര്യം വന്നപ്പോൾ തന്നെയാണ് സത്യത എന്ന SKSSFന്റെ പത്രത്തില് മർഹൂം നാട്ടിക മൂസ മുസ്ലിയാർ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, അദ്ദേഹം ലേഖനം എഴുതി. ആ ലേഖനത്തിൽ പറഞ്ഞു, തബ്ലീഗ് ജമാഅത്തിനെ തിരിച്ചറിയുക. അങ്ങനെ ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സംശുലുലമ ഈ കവറുകൾ വഫാത്തായി. സമസ്താദിന്റെ ഔദ്യോഗികമായ സ്മരണിക പുറത്തിറക്കി. ആ സ്മരണികയുടെ കോപ്പിയാണിത്. സംശുലുലമ സ്മരണിക സമസ്ത കേരള ജമിയത്തിന് പുറത്തിറക്കിയത്. ആ സ്മരണികയിലും പറയുന്നു, തബ്ലീഗ് ജമാഅത്ത് ബിദഈ സംഘടന. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ചോദ്യത്തിന് പഴയ ലക്കടി സുന്നി യുവജന സംഘത്തിന് സെക്രട്ടറിക്ക് നൽകിയ ഫത്വ തബ്ലീഗ് ജമാഅത്ത് മുബ്തദീങ്ങളുടെ സംഘടനയാണെന്ന മുൻ തീരുമാനത്തിൽ സമസ്ത ഉറച്ചു നിൽക്കുകയാണ്. യാതൊരു മാറ്റവും അതിൽ വരുത്തിയിട്ടില്ല. സമസ്തയിൽപ്പെട്ടാലും അവരുടെ പ്രവർത്തനങ്ങൾക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടുമില്ല എന്നുള്ള വിവരം അറിയിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് സ്വന്തം നിലയിൽ സംശുലമന്റെ സൗനീർ ഇറക്കി. അതിന്റെ കോപ്പിയാണ് ഇത്. സംശുലമ വ്യക്തിത്വവും വീക്ഷണവും ചെറുശ്ശേരി മുസ്ലിയാർ അതിലും പറയുന്നു, തബ്ലീഗ് ജമാഅത്ത് പേച്ചതാണെന്നതിൽ യാതൊരു മാറ്റവും ഇല്ല. ഇനി ജനാബ് വഹാബുദ്ദീൻ കൂരിയാർ എഴുതിയ പുസ്തകമുണ്ട്, അതിലും പറഞ്ഞ് പിഴച്ചതാണ്. ഞാൻ പറയുന്നത് AP സംസ്ഥാന വ്യത്യാസമില്ലാതെ 960കളിൽ കടന്നു വന്ന തബ്ലീഗ് ശരിക്കും പിഴച്ചതാണ് എന്ന് സമസ്തയിലെ പടുകൂറ്റനാലിമ്യങ്ങൾ അവകാശപ്പെടു തെളിവുകൾ സഹിതം സമർത്ഥിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമുക്ക് ഫാത്തിഹ പഠിപ്പിച്ചത് സമസ്തയാണ്, നിസ്കാരം പഠിപ്പിച്ചത് സമസ്തയാണ്, നമുക്കിവിടുത്തെ സുന്നത്തമായ ത്രാശ്യം പഠിപ്പിച്ച സമസ്തയാണ്. നമ്മൾ വിവരം വളരെ കുറഞ്ഞവരാണ്. ഒരുപക്ഷെ പറയാനുള്ള നിങ്ങൾ AP അല്ലേ, മറ്റത് EK അല്ലേ, മറ്റത് AK അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ സുന്നികളുടെ ലേബിളിൽ ഇന്നറിയപ്പെടുന്നത് ഒന്ന് AP സമസ്ത. AP സമസ്തയിലെ 40 മെമ്പർമാരും പറയുന്നു തബ്ലീഗ് പിഴച്ചതാണ്. 2 EK സമസ്ത, അതിലെ 40 ആലിമീങ്ങൾ പറയുന്നു സമസ്ത പിഴച്ചതാണ്. 3ാമത് സംസ്ഥാന, അവരും പറയുന്നു തബ്ലീഗ് പിഴച്ചതാണ്. ഇപ്പതാ കല്ലുടുമ്പും നിറങ്ങിയ നോട്ടീസ് മുജാഹിദും പറയുന്നു പിഴച്ചതാണ്. സുബ്ഹാനല്ലാഹ്, ഏറ്റെടുക്കാൻ ആളില്ലാത്ത പാർട്ടിയാണെങ്കിൽ നാളെ മഹ്ശറയിൽ വരുമ്പോൾ അഥവാ നിങ്ങൾ തബ്ലീഗിന്റെ കൂടെ കൂടിയിട്ട് ആശയം പിഴച്ചു പോയാൽ പിഴച്ച തമ്പുരാൻ ചോദിക്കുന്നു, എന്തിനാണോ അതിൽ കുടുങ്ങി? അറിയില്ലായിരുന്നു റബ്ബേ എന്ന് പറയാൻ ഗ്യാപ്പില്ല. കാരണം ആലിമീങ്ങളൊക്കെ എതിർത്തില്ലേ. മറിച്ച് തബ്ലീഗിൽ ഒരാൾ കൂടിയിട്ടില്ലെങ്കിലോ എന്തുകൊണ്ട് നീ തബ്ലീഗിൽ കൂടിയില്ല എന്ന് പടച്ചവൻ ചോദിക്കില്ല എന്ന കാര്യം ഉറപ്പല്ലേ. തബ്ലീഗുകാർക്കും അവകാശവാദം ഇല്ലല്ലോ. അതുകൊണ്ട് ആഖിർ രക്ഷപ്പെടാൻ നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ടല്ലോ. ബാപ്പാന്റെ മയ്യത്തിനെടുത്ത് അന്യ നാട്ടുകാർ വന്ന് ഖുർആൻ ഓതിയപ്പോ മകൻ എന്ന് പറഞ്ഞ് എണീപ്പിച്ചത് കാരക്കുന്ന് പ്രദേശത്തുണ്ട്. പേര് ഞാൻ പറയുന്നില്ല. അതുപോലെ തബ്ലീഗായതിനു ശേഷം 40 ദിവസം പോയി വന്നപ്പോ
മൗലൂദിന്റെ കിതാബ് എടുത്തുകൊണ്ട് കത്തിച്ച് കരിച്ചു കിടത്തിറിഞ്ഞപ്പോ ഉമ്മ നഞ്ഞത്തടിച്ച് കരഞ്ഞു. ആ യാത്ര ഗൾഫിൽ പോയിട്ട് വാഹനാപകടത്തിൽ മരിച്ചത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹദ്ദാദ് നിർത്തിവെച്ച പള്ളികൾ ഉണ്ട്. മൗലിദിനെ എതിർത്തിട്ടുണ്ട്. മക്കബറയെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. റബീഉൽ അവ്വൽ വരുമ്പോഴേക്ക് മുജാഹിദിനെ പോലെ മൈക്ക് കെട്ടിയിട്ട് നബിദിനത്തിനെ എതിർത്ത പള്ളികളും ഉണ്ട്. അതുകൊണ്ട് ശരിക്കും പുത്തനാശയത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസികളാണെന്ന് മനസ്സിലാക്കി മരിച്ചാൽ ഖുർആൻ ഓതുന്ന, സ്വതക്ക കൊടുക്കുന്ന, കബറും പുറത്തു വന്ന് പ്രാർത്ഥന നടത്തുന്ന, ഇൻഷാ അല്ലാഹ് നല്ല സുന്നത്ത് നടത്തുന്ന നല്ല ഒരു തലമുറ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവര്, കള്ളു കുടിക്കാത്ത, പെണ്ണ് പിടിക്കാത്ത, താടി വളർത്തുന്ന, അവരത്ത് മറക്കുന്ന, പല്ല് തേക്കുന്ന, ഈത്തിക്കാഫിരിക്കുന്ന, സുന്നത്ത് നിസ്കരിക്കുന്ന, തസ്ബീഹ് പിടിക്കുന്ന നല്ല സുന്നത്യമായത്തിന്റെ അഖീദയുള്ള ഒരു തലമുറയെ വളർത്തണം. അതിനാണ് സമസ്ത കേരള സുന്നി യുവജന സംഘവും SSF ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നത്. അർഹമുർ റഹീമായ റബ്ബ് അതിന്റെ പിന്നിൽ ഒറ്റക്കെട്ടായി അടിയുറച്ചു നിന്നുകൊണ്ട് സുന്നത്തമായത്തിന് വേണ്ടി പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.